എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോണത് നാലാം ഭാവമാണ്. ജാതകത്തിൽ നാലാം ഭാവാധിപനാണ് ഭാവം. നാലാം ഭാവത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. പിന്നെ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജാതകം അനാലിസിസ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക സംശയങ്ങളുണ്ടോ? നമ്മൾ ഓരോ ജാതകം 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം വരെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്താ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജാതകത്തിൽ നമ്മൾ യോഗങ്ങൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അറിയോ? യോഗങ്ങൾ എന്താ? യോഗങ്ങൾ പഞ്ചമഹായോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. ഒന്ന് എന്താ? 5 യോഗങ്ങൾ. അതേതൊക്കെയാ പറഞ്ഞോളൂ, ഓരോരാൾ പറയും. നമ്മള് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, അതാണ് പഞ്ചമഹായോഗം. ചൊവ്വയാൽ കിട്ടുന്നതിന് രുചക യോഗം. ചൊവ്വയാൽ എങ്ങനെയാ കിട്ടുക? യോഗം കിട്ടുക പറയും. കേന്ദ്രത്തിലായിരിക്കണം, സ്വക്ഷേത്രത്തിലായിരിക്കണം ചൊവ്വ കേന്ദ്രം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 ആണ് കേന്ദ്രം. അത് സ്വക്ഷേത്രത്തിൽ ചൊവ്വ വന്നാൽ മാത്രമേ ഈ രുചക യോഗം ഉണ്ടാവുള്ളൂ. രുചയോഗം എന്ന് പറഞ്ഞാൽ ചൊവ്വയാൽ കിട്ടുന്ന യോഗം. രുചയോഗമുള്ള ആള് വളരെ ആധികാരികമായി സംസാരിക്കാനും നല്ല ഉന്നത സ്ഥാനത്തെത്താനും മിക്കവാറും ഒരു ഡിഫൻസിലോ ഒരു യൂണിഫോമൊക്കെയുള്ള ജോലി ചെയ്യാനൊക്കെ യോഗമുള്ള ആളുകളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? ബുധന്റെ യോഗത്തിന്റെ പേരെന്താണ്? ഭദ്രയോഗം. ചൊവ്വയാൽ കിട്ടുന്ന യോഗത്തിന് രുചകയോഗം, ബുധനാൽ കിട്ടുന്ന യോഗത്തിന് ഭദ്രയോഗം. ഭദ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുധനാൽ കിട്ടുന്നതാണ്. അതെങ്ങനെയാണ്? അത് സ്വക്ഷേത്രത്തിലായിരിക്കുകയും വേണം, ലഗ്ന കേന്ദ്രത്തിലും ആയിരിക്കണം. അതെവിടെയാ സ്വക്ഷേത്രം കിട്ടുക? ബുധന് കന്നിയും മിഥുനവും കന്നിയിൽ ബുധൻ നിൽക്കുകയും വേണം. അത് ലഗ്നത്തിന്റെ കേന്ദ്രത്തിലായിരിക്കുകയും വേണം. അതിനാണ് ഭദ്രയോഗം. ഭദ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിപരമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനുള്ള കഴിവ്. അങ്ങനെ ബുധനാൽ കിട്ടുന്ന എല്ലാ യോഗത്തിലും മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെയുള്ള കഴിവുള്ള നല്ലൊരാളായിരിക്കും ബുധൻ. പിന്നെ ബുക്കിലുണ്ട്, പക്ഷെ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി വ്യാഴത്താൽ കിട്ടുന്ന യോഗത്തിനെന്താ? ഹംസയോഗം. ഹംസയോഗം എങ്ങനെയാ? അതും സ്വക്ഷേത്രത്തിലോ, എല്ലാം സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ആവാം കേട്ടോ. എല്ലാം സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ലഗ്ന കേന്ദ്രത്തിലായി വന്നാൽ മാത്രമേ ഹംസയോഗം കിട്ടുള്ളൂ. ഹംസയോഗം കിട്ടുന്നതിൻ്റെ ഫലം എന്താണ്? നല്ലൊരു തത്വജ്ഞാനി, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും നല്ലത് ചെയ്തു കൊടുക്കാനും ഒരുപാട് കഴിവുള്ള ആത്മീയമായിട്ട് കഴിവുള്ള ഒരാളുണ്ട്. വ്യാഴത്തിൻ്റെ ദൈവാധീനമല്ലേ? ശരിക്കത് ഹംസയോഗമുള്ള ഒരാൾ ദൈവാധീനമുള്ള ഒരു മനുഷ്യനായിരിക്കും വ്യാഴത്തിന് എപ്പോഴും ദൈവാധീനമാണ്. ശുക്രൻ എപ്പോഴും ഭൗതിക സുഖങ്ങളെ പറ്റിയാണ് ശുക്രത്തെ കൊണ്ട് ചെയ്തത്. ബുധനെ കൊണ്ട് വിദ്യയുടെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പിന്നെ വ്യാഴം കഴിഞ്ഞ അടുത്തത് ശുക്രൻ, വെള്ളി. ശുക്രനിൽ കിട്ടുന്ന യോഗത്തിന് മാളവ്യയോഗം. അത് ജാതകത്തിൽ മിക്കവർക്കും മാളവ്യയോഗം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി. 12 രാശിയിൽ ഏത് ലഗ്നം വന്നാലും മാളവ്യയോഗം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതും ഇങ്ങനെ ലഗ്ന കേന്ദ്രത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ ഉച്ചരാശിയിൽ നിന്നാലും മാളവ്യയോഗം കിട്ടും. അപ്പോൾ ഈ യോഗങ്ങളൊക്കെ നമ്മൾ ഈ ജാതകം അനാലിസിസ് ചെയ്യുന്ന കൂട്ടത്തിൽ യോഗങ്ങൾ കൂടി. ഈ യോഗ ഫലങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവത്തിൽ വരും. അത് നല്ല യോഗമായാലും ചീത്ത യോഗമായാലും. ഒരു ചീത്ത യോഗത്തിന്റെ പേര് പറയാമോ ആർക്കെങ്കിലും? പറയാൻ പറ്റും? കേമദ്രുമയോഗം കേട്ടിട്ടുണ്ടോ? കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കൂടെയോ ചന്ദ്രന്റെ 2-ലോ അല്ലെങ്കിൽ ചന്ദ്രന്റെ 12-ലോ ഗ്രഹങ്ങൾ ഒന്നുമില്ലാതിരിക്കുക. ചന്ദ്രൻ ഒറ്റയ്ക്ക് നിൽക്കുക, ആരുമില്ല, ഇടത്തുമില്ല വലതുമില്ല കൂടെയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേമദ്രുമ യോഗം എന്ന് പറയും. ആ ആളെ കയ്യിൽ പൈസ ആവശ്യത്തിന് ഇഷ്ടമാതിരി വരും, ഇഷ്ടമാതിരി പോകും, ഒന്നും സമ്പാദ്യം ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും എന്താ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ ജീവിക്കുന്ന ഒരാളായിട്ട് വരും. പൊതുവിൽ എന്ന് പറഞ്ഞാൽ ഒരു പിച്ചക്കാരൻ്റെ മാതിരി പൈസ വരും, ഇഷ്ടമാതിരി വരും. എത്ര വലിയ വലിയ ആൾക്കാരുണ്ട്, പൈസ വന്ന് ഇങ്ങനെ പോകുന്ന ആൾക്കാരില്ലേ? എത്രയോ ആൾക്കാർ കോടീശ്വരന്മാർ ജയിലിൽ കിടക്കുന്നില്ലേ? അപ്പം പൈസ വന്നുകൊണ്ട് കാര്യമില്ല, അതേമാതിരി സേവിങ് ഉണ്ടാവില്ല. പക്ഷെ ഈ കേമദ്രുമ യോഗ ഭംഗം എന്ന് പറയുന്നുണ്ട്. എന്താ
കേമദ്രമ യോഗം ഉള്ള ഒരാളാണ്. അപ്പം നമുക്ക് ഈ ആളെ എഴുതി തള്ളാൻ പറ്റില്ല. അപ്പം കേമദ്രമ യോഗമുണ്ട്, അതിനൊരു ഭംഗമുണ്ട്. അതെന്താ? ചന്ദ്രകേന്ദ്രത്തിൽ, ചന്ദ്രൻ്റെ 1, 4, 7, 10 ഈ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും, പഞ്ചമഹാഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം വന്നാൽ, ഒന്നിൽ കൂടുതൽ ഗ്രഹം വന്നാൽ കേമദ്രമ യോഗ ഭംഗമുണ്ട്. അപ്പോൾ കേമദ്രമ യോഗത്തിൻ്റെ ദോഷഫലങ്ങൾ കംപ്ലീറ്റ് ഇല്ലെങ്കിലും ഒരു പരിധി വരെ കുറക്കാനുള്ള യോഗമുള്ള ഒരു ഇതാണ്. അപ്പം നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ കൂടെയോ ഇടതോ വലതോ ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ കേമദ്രമ യോഗം. അപ്പം നമ്മൾ നോക്കണം കേമദ്രമ യോഗ ഭംഗമുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം ഫലം പറയാൻ. നമ്മൾ ഫലം പറയുന്ന കാര്യത്തിൽ ഈ നോട്ട് ഒന്നുകൂടി എടുത്ത് വായിക്കണം. ഓരോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും. തുടങ്ങാമല്ലോ. പറഞ്ഞോ, എന്തോ സംശയം ഉണ്ടോ? ശനിയുടെ പറഞ്ഞില്ല. ശനിയുടെ പറഞ്ഞ എന്താ? ശനിയുടെ യോഗത്തിന് എന്താ പറയുക? ശശമഹായോഗം. അപ്പം ശനി ലഗ്ന കേന്ദ്രത്തിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുക. ശനിയുടെ സ്വക്ഷേത്രങ്ങൾ ഏതൊക്കെയാ പറയാമോ? മകരവും കുംഭവും. ശനിയുടെ ഉച്ചക്ഷേത്രം തുല. അപ്പം ശനി ലഗ്ന കേന്ദ്രത്തിലായിട്ട് മകരത്തിലോ കുംഭത്തിലോ തുലാത്തിലോ വന്നു കഴിഞ്ഞാൽ അതിന് ശശമഹായോഗം എന്ന് പറയും. ശശമഹായോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അനുയായികൾ, പബ്ലിക്കുമായിട്ട് കൂടുതൽ ബന്ധമുള്ള, പിന്നെ ജോലി ചെയ്യുന്നതാണ്, ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്ത് ജോലി ചെയ്യുക. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, ജനസമ്മതനായ നേതാക്കന്മാർ, ജനസമ്മതി ഇല്ലാത്തതല്ല, ജനസമ്മതനായ ഒരുപാട് അനുയായികളുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റേ ഓഫീസിലാണെങ്കിലും നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരെ കൊണ്ട് ബഹുമാനിപ്പിക്കാം. അതേമാതിരിയുള്ള പ്രവൃത്തി വേണം, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പം ഞാനൊരു ടോപ്പ് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. അംഗീകാരമുള്ള ഒരാളാണ് ഈ ശശമഹായോഗത്തിനുണ്ട്. ഒരുപാട് അനുയായികൾ, വിശ്വസ്തന്മാർ അങ്ങനെയുള്ളതാണ്. പിന്നെ നല്ല ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യാനുള്ള കഴിയും. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർ, കേരളം ഭരിക്കുന്ന ആൾക്കാർ, ജനസമ്മതനായ നേതാക്കളാണെങ്കിൽ ഈ ശശമഹായോഗമുള്ളവരായി. ദോഷമാണ്. 12 രാഹു ദോഷമാണ്. അഷ്ടമത്തിലെ വ്യാഴം പൊതുവിൽ നല്ലതല്ല. ഇവിടെ ഹലോ, ഈ അഷ്ടമത്തിലെ വ്യാഴം 12 രാഹു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിഷസംബന്ധമായ ഒരു ആത്മഹത്യാ പ്രേരണയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അല്ലെങ്കിൽ അമിതമായ മദ്യപാനി ആവാം. മദ്യം കഴിച്ചിട്ട്, അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്ന വിഷമാണ്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിവർ സിറോസിസ്, അതേമാതിരി പല രോഗങ്ങൾ വരാം. പിന്നെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ച് മരിച്ചു കളയാനൊക്കെ തോന്നുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അത് എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഇപ്പം ലഗ്നത്തിന് ബലമുണ്ടെന്ന് വിചാരിക്കും ഒരു ജാതകത്തിൽ, അല്ലേ? ഒരു ജാതകത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ആദ്യം ലഗ്നത്തിന് ബലമുണ്ടോ നോക്കണം. ലഗ്നത്തിനും അഷ്ടമം എന്ന് പറഞ്ഞാൽ ആയുസ്സാണ്. ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയം. അപ്പം ലഗ്നത്തിന് ബലമുണ്ട്, അഷ്ടമത്തിന് ബലക്കുറവാണെങ്കിൽ ദീർഘായുസ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നല്ലാതെ അത്ര ഒരു സുരക്ഷിതമായ ജീവിതമല്ല ഈ 12 രാഹുവും 8. സംശയം വെറുതെ സംശയം പറഞ്ഞതിൽ വല്ല സംശയമുണ്ടോ? 8 വ്യാഴം എന്ന് പറഞ്ഞാൽ ആയുസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. 8 ശുഭഗ്രഹങ്ങൾ 6, 8, 12 ശുഭഗ്രഹങ്ങൾ നല്ലതല്ല എന്നാണ് ഒരു പൊതുവിലുള്ള ഇത്. അവിടെ പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. തുടങ്ങുന്നു. ഞാൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഇന്നേതാ 4-ാം ഭാവമാണ് അല്ലേ? 4-ാം ഭാവം നമ്മൾ
നാലാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉള്ളത് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനിയുള്ളത് നാലാം ഭാവാധിപൻ പല വീടുകളിൽ നിൽക്കുമ്പോൾ, പല ഹൗസസിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള റിസൾട്ടാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം, നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ പ്രഡിക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകും. ഈ ഇത് ഓർമ്മയുണ്ടോ നാലാം ഭാവം എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്? അമ്മേനെ റെപ്രസെന്റ് ചെയ്യും, കുടുംബത്തിനെ റെപ്രസെന്റ് ചെയ്യും, നമ്മുടെ എഡ്യൂക്കേഷനെ റെപ്രസെന്റ് ചെയ്യും, നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ റെപ്രസെന്റ് ചെയ്യും, വാഹനത്തിനെ റെപ്രസെന്റ് ചെയ്യും, പ്രോപ്പർട്ടി, ശരിയാണ്, പ്രോപ്പർട്ടിനെ റെപ്രസെന്റ് ചെയ്യും. ശരിയാണ്, അതെ, കേന്ദ്രസ്ഥാനമാണ്, വിഷ്ണു സ്ഥാനമാണ്, ജനറലി പ്രൊട്ടക്ടറാണ്. ഓക്കെ, നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ നാലാം ഭാവം. പൊതുവിൽ പറയുന്നത് സുഖസ്ഥാനം അല്ലേ? സുഖസ്ഥാനം, സുഖസ്ഥാനം നാലാം ഭാവം. കംഫർട്ട് സോണാണ്. ഓക്കെ, സിംഹാസനമാണ്. സിംഹാസനത്തിലാണല്ലോ നമ്മളിങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്, അതാണ്. അപ്പോൾ ജനറലി നമുക്ക് എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് സുഖക്കുറവ് തോന്നുക? ഒരു ഹോറോസ്കോപ്പിൽ നമുക്ക് സുഖക്കുറവ് തോന്നാൻ സാധ്യതയുള്ള ഭാവങ്ങൾ ഏതൊക്കെയാണ്? 6, 8, 12 അല്ലേ? ഒരെണ്ണം കൂടിയുണ്ട് 3. ഓക്കെ, 3 പ്രശ്നമുണ്ട്. നമ്മളൊന്നൊക്കെ എഫേർട്ട് എടുക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ സത്യത്തിൽ. അപ്പം 3, 6, 8, 12 അല്ലേ? ഇതാണ് ജനറലി ദുസ്ഥാനങ്ങൾ. 6, 8, 12 ആണ്. 3, 6, 11 തൃഷടായ ഭാവങ്ങളാണ്. 3, 6, 8, 12 ആണ് കുറച്ച് നമുക്ക് എഫേർട്ട് തരുന്ന, ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഭാവങ്ങൾ അല്ലേ? അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ സുഖമാണ്. അപ്പോൾ 3, 6, 8 എന്ന് പറഞ്ഞാൽ കുറച്ച് അസുഖമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നാലാം ഭാവാധിപന് എവിടെ പോയാലായിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുക? 3, 6, 8, 12. ഓക്കെ, 3-ന് എന്തായാലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാര്യം 4-ന്റെ 12 3 എന്ന് പറയണേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 3-ൽ നാലാം ഭാവാധിപൻ 3-ൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും സുഖം കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത്രയും കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ബാക്കി എല്ലായിടത്തും പോയാലും ഏകദേശം നല്ലതായിരിക്കും. ഏത് സാഹചര്യത്തിൽ? നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതിൽ നമ്മൾ രാശി നോക്കുന്നില്ല. നമ്മൾ അതിനോട്, അതായത് നാലാം ഭാവാധിപൻ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പം അവിടെ നാലാം ഭാവാധിപൻ ഉച്ചനാണോ നീചനാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അത് മാത്രമല്ല, നാലാം ഭാവാധിപന്റെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, വല്ല പാപൻ വല്ല നിൽക്കുന്നു, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നാലാം ഭാവാധിപൻ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല, അതൊന്നും നോക്കുന്നില്ല. ഈ നാലാം ഭാവാധിപൻ നിൽക്കുന്നതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, അതായത് 2-ലും 12-ലും ആയിട്ട് പാപന്മാർ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല. പാപകർത്തിരി എന്നല്ലേ സാർ അതിന് പറയുന്നത്? അതായത് നാലാം ഭാവാധിപൻ ഒരു ക്ഷേത്രത്തിൽ പോയി നിൽക്കുകയും അതിന്റെ 12-ലും 2-ലും 2 പാപന്മാർ വന്ന് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാലാം ഭാവാധിപനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പാപമധ്യസ്ഥിതി എന്ന് പറയും. പാപമധ്യസ്ഥിതി 4-ലും 12-ലും 2-ലും പാപഗ്രഹങ്ങൾ എന്നാൽ പാപമധ്യസ്ഥിതി, ശുഭഗ്രഹങ്ങൾ എന്നാൽ ശുഭ മധ്യസ്ഥിതി. അപ്പൊ ഈ ജനറൽ ആയിട്ടുള്ള ഈ അഫ്ലിക്ഷൻസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് നാലാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി നമ്മുടെ യുക്തി ഉപയോഗിച്ചോളണം. ഓക്കെ, ശരി. അപ്പൊ നാലാം ഭാവാധിപൻ 1-ൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, 1 എന്ന് പറഞ്ഞാൽ എന്താ? ലഗ്നമാണ്, ഞാനാണ് അല്ലേ? 4 എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ്, എൻ്റെ എഡ്യൂക്കേഷനാണ്, എൻ്റെ സുഖമാണ്. ഇതൊക്കെ എൻ്റെ 4ആണ്, അമ്മയാണ്. അപ്പോൾ ഈ നാലാം ഭാവാധിപൻ 1-ൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എൻ്റെ ഫാമിലിയും ഞാനും തമ്മിലുള്ള നല്ല സപ്പോർട്ടായിരിക്കില്ലേ? കാര്യം കുടുംബം തന്നെയല്ലേ ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കുടുംബത്തിൽ നിന്ന് നല്ല ഉറച്ച പിന്തുണ കിട്ടണം അല്ലേ? അമ്മയുടെ സപ്പോർട്ട് കിട്ടുമോ? അമ്മയുടെ സപ്പോർട്ട് കിട്ടണം. പൊതുവെ കംഫർട്ടുകളൊക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ. വിദ്യാഭ്യാസം ഉണ്ടാവുമോ? വിദ്യാഭ്യാസം ഉണ്ടാവും. കാര്യം 4 എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇതെല്ലാം ലഗ്നത്തിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറോ എങ്ങനെയായിരിക്കും? അമ്മയായിട്ട് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള, അമ്മ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഇയാളുടെ ക്യാരക്ടർ. നാലാം ഭാവം എന്ന് പറഞ്ഞാൽ മെന്റൽ പീസാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നാലാം ഭാവത്തിന് 1-ൽ നിൽക്കുമ്പം ഇയാളുടെ നേച്ചർ എങ്ങനെയായിരിക്കും? അയാൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ആളായിരിക്കും.
ആരുമായിട്ടും തല്ല് പിടിക്കാൻ ഇദ്ദേഹം ചെല്ലില്ല. ഇത് പോസിറ്റീവ് കണ്ടീഷനാണോ നമ്മൾ പറയുന്നത് പൊതുവെ. ഓക്കെ, 4-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇയാൾ പൊതുവെ ഒരു എന്താ പറയുക, സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരാളും കൂടിയായിരിക്കും. 4-ാം ഭാവം ഉള്ള ആൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ എപ്പോഴും കിട്ടും. അതായത് അയാൾക്കൊരു ആവശ്യം വരുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരുണ്ടാവും. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും കൂടിയാണ്. എങ്ങനത്തെ ഫ്രണ്ട്സ്? നമ്മളെ വളരെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയുള്ള ഫ്രണ്ട്സാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളും കൂടിയാണ്. അപ്പോൾ ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോഴും ഇയാളുടെ കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ അമ്മാവന്മാർ, അമ്മയുടെ ആങ്ങളമാർ, ഇവരുടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? പലപ്പോഴും ഒരു കാര്യം ഇവർ ചെയ്യില്ല. അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയും, ഒന്ന് ചെയ്തേക്കും, മനസ്സിലായി? ഒന്നെങ്കിൽ കൂട്ടുകാരെ വിളിച്ചു പറയും, അവർ ചെയ്തോളും. അല്ലെങ്കിൽ ഫാമിലിയിൽ ആരുടെങ്കിലും പറഞ്ഞോളും, ചെയ്തോളും. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അവരൊക്കെ എപ്പോഴും തയ്യാറായിരിക്കും. അത് മാത്രമല്ല, ഇവർക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാവും. പിന്നെ ഇവരുടെ ഇമേജിനെ കുറിച്ച് കുറച്ച് എന്താ പറയുക, എൻ്റെ ഇമേജ് അങ്ങനെ പോകരുത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബഹുമാനം എനിക്ക് കുറയരുത് എന്ന് ആഗ്രഹമുള്ളവരാ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാവും. അതുകൊണ്ട് പല കാര്യങ്ങളും ഇവർ നേരിട്ട് ചെയ്യില്ല. പല കാര്യങ്ങളും അങ്ങനെ കൊടുത്തോളും, ഏൽപ്പിച്ചോളും. അത് ചേട്ടൻ വിളിച്ച് പറയും, ചേട്ടൻ ചെയ്തു, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് പറയും, അവർ ചെയ്തോളും. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് ഇവൻ ഇത്തിരി അരഗൻ്റായിട്ടൊക്കെ തോന്നാം. അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, ചെറിയൊരു കോൺഫിഡൻസ് കുറവ്. പബ്ലിക്കിൽ സംസാരിക്കാനും ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അത് കാരണം പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കും. പക്ഷെ ഓവറോൾ നല്ല പ്ലേസ്മെൻ്റ് ആണ് 4-ാം ഭാവാധിപൻ 1-ൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറച്ച കുടുംബ ബന്ധമായിരിക്കും. കുടുംബത്തിൽ നിന്നും ഉറച്ച പിന്തുണയുണ്ടാവും. അമ്മയുടെ സ്നേഹം, മാതൃസ്നേഹം കിട്ടും. അമ്മാവന്മാരിൽ നിന്ന് സഹായം അതും കിട്ടും. ജനപ്രിയനായിരിക്കും. സൊസൈറ്റിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും ഇയാൾ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും. കാര്യം 4-ാം ഭാവം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകളുമായിട്ട് അത് പബ്ലിക്കലി സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലായിരിക്കും ജനിക്കുന്നത്. നാലിൻ്റെ 10 ഈ പറയണ 1 കേട്ടോ. അപ്പോൾ അതായത് 4-ന്റെ 10. അപ്പോൾ ഒരു കേന്ദ്രാധിപൻ അതിൻ്റെ തന്നെ കേന്ദ്രത്തിൽ പോയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓവറോൾ നല്ലൊരു പ്ലേസ്മെൻ്റ് ആണ്. അമ്മയ്ക്ക് നല്ല സുഖവും സൗഖ്യമുള്ള അമ്മയായിരിക്കും. അമ്മയുടെ ഒരു ഷാഡോ പോലെ ആയിരിക്കും ഇയാൾ. കാര്യം 4-ാം ഭാവാധിപൻ 1-ൽ നിൽക്കുമ്പം 4-ന്റെ ഇൻഫ്ലുവൻസ് 1-നുണ്ടാവും. അതായത് എൻ്റെ ക്യാരക്ടറിലൊക്കെ എൻ്റെ അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഷാഡോ പോലെ ആയിരിക്കും. മനസ്സിലായോ? അമ്മയെ പോലെ തന്നെയാണ് മകൻ എന്ന് പറയില്ലേ, സ്വഭാവമൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു നേച്ചറായിരിക്കും 4-ാം ഭാവം 1-ൽ നിന്ന് കഴിഞ്ഞാൽ. അമ്മയുമായിട്ട് നല്ല ബന്ധമായിരിക്കും. അഫ്ലിക്റ്റഡ് ആണെങ്കിൽ ഇവർ ഒരു കാര്യത്തിനും തയ്യാറാവില്ല. അതായത് ഇവരുടെ കംഫർട്ട് സോൺ വിടാൻ ഇവർ തയ്യാറാവില്ല. ഒരു കാര്യവും ഒരു പ്രവൃത്തി ഇവർ ചെയ്യാൻ തയ്യാറാവില്ല. അവരുടെ ആ ഒരു കംഫർട്ടിൽ ഒതുങ്ങി നിൽക്കും അഫ്ലിക്റ്റഡ് ആണെങ്കിൽ. അപ്പോൾ അതിന് പുറത്തോട്ട് വരാൻ തയ്യാറാവില്ല. ഓക്കെ, അത് എന്തിനെ എഫക്റ്റ് ചെയ്യും? നേരെ അവരുടെ കരിയറിനെ എഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? 4-ാം ഭാവവും ഈ 10-ാം ഭാവം തമ്മിൽ വന്നിട്ടുണ്ട്. 4 10-ലോട്ട് നോക്കുന്നത് കാരണം. ഓക്കെ, 10-ന്റെ 4 1 പറയണത്. ഓക്കെ, അപ്പോൾ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ കരിയറിൻ്റെ സുഖം അങ്ങ് പോകും. അപ്പോൾ അതും നമുക്കങ്ങനെ പറയാം. ഒരു കാര്യം കൂടി, 4-ന്റെ 7 10 അല്ലേ? 4 എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ നമ്മൾ 4 ഉന്നത വിദ്യാഭ്യാസം തടയും അതിനനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. 4 നമ്മൾ പഠിച്ചത് ഒന്നാണ്, ചെയ്യുന്ന വേറാണെന്ന് പറഞ്ഞാൽ 4 10 ബന്ധമില്ലാതെ വരികയാണ്. അപ്പോൾ 4-ന്റെ 7 10. അപ്പോൾ കർമ്മത്തിൻ്റെ കാര്യങ്ങൾ കൂടി ഈ 4-ൽ നിൽക്കുന്ന ഗ്രഹം സ്വാധീനിക്കും. 10-ൽ നിൽക്കുന്ന ആൾ 4-നെ സ്വാധീനിക്കും, 4-ൽ നിൽക്കുന്ന ആൾ 10-നെ സ്വാധീനിക്കും. 7-ലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ടല്ലോ. അതുകൊണ്ട് 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ പീസാന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജോലി നന്നാവണമെങ്കിൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ 4-ാം ഭാവം എപ്പോഴും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ, അതായത് 4-ന്ന് 7-ലോട്ട് നോക്കുന്നുണ്ട്, 4-ന്റെ 7-ാമത്തെ ദൃഷ്ടിയല്ലേ 10. അപ്പോൾ നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മുടെ കരിയറിന് റൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 4-ാം ഭാവം സ്ട്രോങ് ആയിരിക്കണം, എന്നാൽ മാത്രമേ കരിയറും സക്സസ്ഫുൾ ആവുള്ളൂ. 4-ാം ഭാവം സ്ട്രോങ് ആണെങ്കിൽ വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള സാറ് പറഞ്ഞ പോലെ ജോലിയുമായി കരിയറും ആയിരിക്കും. 4-ാം ഭാവം സ്ട്രോങ് ആണെങ്കിൽ
എവിടെയായാലും കരിയറിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവുള്ളൂ. 4-ാം ഭാവം എപ്പോഴും കരിയറിന് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് ഫാമിലിയിൽ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഉണ്ടാവും. കാര്യം ഒന്ന് ഞാനാണ്, എൻ്റെ ഫാമിലി എന്നിലോട്ട് വന്നു, അപ്പോൾ ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടാവും. പിന്നെ എനിക്ക് എന്താ പറയുക, വാഹനങ്ങളോടൊക്കെ താല്പര്യം കാണും, വീടിനോട് താല്പര്യം കാണും, ഇൻറ്റീരിയൽ ഡെക്കറേഷനോട് താല്പര്യം കാണും, അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം 4 4 എന്തിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നോ അതൊക്കെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗവും എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗവും എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗവും. ഓക്കെ, 4 എന്തൊക്കെ റെപ്രസെൻറ്റ്, കുടുംബം, അമ്മ, വാഹനം, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും, സുഖം, ഇതെല്ലാം എന്നിലായിരിക്കും. എനിക്ക് അതിനോടൊക്കെ താല്പര്യം ഉണ്ടാവും. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 4-ാം ഭാവാധിപൻ 6-ലോ 8-ലോ 12-ലോ പോയാൽ നമ്മൾ സാധാരണ എന്താ പറയുക, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പക്ഷേ 4 ഭാവാധിപൻ 6-ലോ 8-ലോ 12-ലോ നിന്നാൽ വീട് വിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് നല്ല ലെവലിൽ ജീവിക്കാനുള്ള ഇത്. അപ്പം നമ്മൾ 4-ാം ഭാവം 6-ലോ 8-ലോ 12 പോയാൽ തൻ്റെ കാര്യം പോക്കാണെന്ന് പറയാൻ പാടില്ല. സ്വപ്രയത്നം കൊണ്ട് ഇപ്പോൾ 4-ാം ഭാവനം 12 പോയാൽ ഇയാൾ നാട് വിട്ട് ദുബായിൽ പോയാൽ ഇയാൾക്ക് നല്ല ജോലി കിട്ടും. നമ്മളെ സ്വന്തം നാടും വീടും വിട്ട് ദൂര സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. 4-ാം ഭാവം അഷ്ടമത്തിൽ പോയാലും പലവിധ തന്നെയാണ്. സ്വന്തം നാട്ടിലുള്ള വീട് വിട്ട് വേറെ സ്ഥലത്ത് പോയി അവിടെ വീടും സമ്പാദ്യവും ഒക്കെ വെക്കാനുള്ള ഒരാൾക്കാരില്ല. നാട് വിട്ട് അമേരിക്കയിൽ പോയാൽ പിന്നെ തിരിച്ചു വരില്ല, അവിടെ തെറ്റായിരിക്കും. അപ്പോൾ 4-ാം ഭാവനം 12 പോയതുകൊണ്ട് ആളുടെ കാര്യം പോക്കാണെന്ന് പറയാൻ പാടില്ല. നമ്മളിപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ്നെസ് എത്രത്തോളം ജാതകത്തിലുണ്ടെന്ന് നോക്കണം. 4-ാം ഭാവം 12 പോയാൽ തൻ്റെ കാര്യം പോക്കാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ട് വേണം പറയാൻ. ഏത് ജാതകത്തിനും എത്ര ദോഷമുണ്ടെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഗുണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എൻ്റെ അർത്ഥം ദോഷം പറയേണ്ടതല്ല, ദോഷം പറയണം. പറയണ സമയത്ത് വളരെ സൂക്ഷിച്ച് പറയണം. നാലിൻ്റെ 9 9ഉം 12ഉം കൂടി ബന്ധം വന്നാലും വിദേശ യോഗമാണ്. അപ്പോൾ ഡെപ്തിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ഇതിപ്പോൾ 4-ൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പറയാം 4-ാം ഭാവത്തിൽ 6 പോയോണ്ട് കാര്യം പോക്കാണെന്ന് പറയരുത്. അതിപ്പോൾ ബന്ധമായിട്ട് കർമ്മമായിട്ട് ബന്ധം വന്ന് നാട് വിട്ട് പുറത്ത് പോയാൽ കഴിഞ്ഞാൽ വളരെ നല്ല ലെവലിൽ എത്താൻ പറ്റും. പിന്നെ സ്വന്തം വീടല്ല, നാട്ടിലായിരിക്കും വേറെ സ്ഥലത്തായിരിക്കും വീട് വെച്ച് താമസിക്കുന്നത്, അങ്ങനെയൊക്കെ പറയാം. അതേപോലെ 4-ാം ഭാവാധിപനും 1-ൽ വന്നുകൊണ്ട് എല്ലാം ഗുണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വരുന്ന 4-ാം ഭാവാധിപൻ ഒരു പാപനും അതേസമയം അഫ്ലിക്റ്റഡും ആണെങ്കിൽ, വളരെ നെഗറ്റീവായിട്ടുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഗുണം വല്ലതും പറയാൻ പറ്റുമോ? എല്ലാം റിവേഴ്സായി. എന്തൊക്കെ ഗുണങ്ങൾ ഇപ്പം പറഞ്ഞോ അതെല്ലാം തിരിഞ്ഞു പോകും, എല്ലാം തിരിഞ്ഞു പോകും. ഈ അമ്മയായിട്ടുള്ള സ്നേഹബന്ധവും അങ്ങനെ കുറേ കഥകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വീട് കിട്ടുക, അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ തിരിയും. സൂര്യൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ പറയുന്നത് മൗഢ്യം എന്ന് പറയും, അഫ്ലിക്റ്റഡ് മൗഢ്യം. സൂര്യൻ്റെ ഇത്ര ഡിഗ്രിക്കകത്ത് ഓരോ ഗ്രഹങ്ങൾ വന്നാൽ നമ്മൾ മൗഢ്യം പഠിച്ചിട്ടുണ്ട്. മൗഢ്യം 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 എന്ന് പറഞ്ഞാൽ ആ ഗ്രഹത്തിന് ബലമില്ല. സൂര്യൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരില്ല, പൂർണ്ണമായിട്ട് ഫലം പറയാൻ പറ്റില്ല. കാരണം അതിന് ശക്തിയില്ല. നമുക്കൊരു ഗ്രഹത്തിന് ബലമുണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രഹത്തിനെ കൊണ്ട് ഗുണം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഞാൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനോ അല്ല എൻ്റെ കാര്യം നോക്കാൻ പറ്റും. ഞാൻ വീക്കാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അതുകൊണ്ട് ആ ഗ്രഹത്തിനെ ബലപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ആ ഗ്രഹത്തിന് പറഞ്ഞ പൂജ കർമ്മങ്ങൾ അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗ്രഹത്തിന് നമ്മൾ ബലപ്പെടുത്തും. നമുക്കൊരു രോഗം വന്നു, ഗ്രഹത്തെ പോക്കാണെന്നല്ല, നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗം മറന്നു. അതേമാതിരി ആ ഗ്രഹത്തിന് വീക്കാണെന്ന് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ള ഗ്രഹമാണെങ്കിൽ ആ ഗ്രഹത്തിനെ ബലപ്പെടുത്താനുള്ള കർമാദികൾ ചെയ്തു കഴിഞ്ഞാൽ ബലപ്പെടും. ചിലർ പറയുന്നത് ഈ സണ്ണാണല്ലോ, സണ്ണ് ഭയങ്കര പ്രകാശമാണല്ലോ, ആ പ്രകാശത്തിൻ്റെ അടുത്ത് എന്ത് കൊണ്ടുവച്ചാലും അതിൻ്റെ മറ്റേതിൻ്റെ പ്രകാശം നമ്മൾ കാണത്തില്ല. അതായത് ഇപ്പം പകൽ വെളിച്ചത്തിൽ നമ്മൾ മെഴുകുതിരി എത്തിച്ചാൽ മെഴുകുതിരിയുടെ വെളിച്ചം ആരെങ്കിലും കാണുമില്ല. അതുപോലെ സണ്ണിൻ്റെ അടുത്ത് വളരെ കൺജക്റ്റഡ് ആകുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ക്വാളിറ്റീസ് കാണില്ല എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടില്ല എന്നാണ് പറയുന്നത്. ക്വാളിറ്റീസ് ഇല്ലാതാവുന്നില്ല എന്നർത്ഥമില്ല. മറ്റുള്ളവർ കാണുന്നില്ലെങ്കിൽ പിന്നെ ക്വാളിറ്റീസ് ഉണ്ടായിട്ടും കാര്യമില്ല. കാര്യം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിലേ, പക്ഷേ ആ ഇൻബിൽറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ആ എബിലിറ്റി, പക്ഷെ അത് പുറത്തോട്ട് കാണാൻ പറ്റത്തില്ല. 1000 വാട്ട്സിൻ്റെ ഒരു ലൈറ്റിൻ്റെ മുമ്പിൽ ഒരു മെഴുതിരി കത്തിച്ച് വെച്ചാലും ആ ബൾബിൻ്റെ പ്രകാശത്തിൽ ഒന്നും മെഴുതിരി കാണുന്നില്ല. പക്ഷേ മെഴുതിരി അവിടെ ഉണ്ട്, ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഈ 1000 വാട്ട്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മെഴുതിരി മതി. നമ്മുടെ വീട്ടിലിപ്പോൾ സപ്ലൈ പോകും.
സപ്ലൈ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വഴുതിരി കത്തിച്ചാൽ ധാരാളമാണ് അല്ലേ? പക്ഷേ സപ്ലൈ ഉള്ള സമയത്ത് വഴുതിരി കത്തിച്ചിട്ട് കാര്യമില്ല. അതാണ്. അതേസമയം സൂര്യനെ ഓഫാക്കാനും പറ്റില്ല. സൂര്യനെ ഓഫാക്കാൻ പറ്റില്ല. സൂര്യൻ ആത്മകാരകനാണ്. സൂര്യനില്ലാതെ ഒന്നുമില്ലല്ലോ. പറ്റാവുന്നത് ആ ഗ്രഹത്തിനെ കുറച്ച് പവർഫുൾ ആക്കാനായിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒന്നിൽ നിന്ന് അങ്ങനെയാണ്. അപ്പോൾ ജനറൽ പ്രഡിക്ഷനാണ്. അത് ഏത് ഗ്രഹം നിൽക്കുന്നു, അതിൻ്റെ അവസ്ഥ എന്താണ്, അഫ്ലിക്റ്റഡ് ആണോ, നല്ല ശുഭസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. എന്നിട്ട് വേണം നമുക്ക് അനുകൂലമോ പ്രതികൂലമായിട്ടുള്ള ഫലം പറയാം. ഇനി 4-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുക. ഓക്കെ, അതെങ്ങനെയായിരിക്കും ജനറലി? 4-ാം ഭാവാധിപൻ ലഗ്നത്തിൻ്റെ 2-ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ 4-ന്റെ 11-ൽ നിൽക്കുക എന്നാണ് അർത്ഥം അല്ലേ? ജനറലി അത് ഒരു നല്ല പൊസിഷനാണ്. 2 എന്തൊക്കെയാ? 2 ഈ പറഞ്ഞ പോലെ കുടുംബമാണ് അല്ലേ? ധനമാണ്. പിന്നെ ഈ പ്രൈമറി എഡ്യൂക്കേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിക്കുന്നതെല്ലാം 2ആണ്. നമ്മുടെ സംസ്കാരം, കൾച്ചർ 2ആണ്. പിന്നെന്തൊക്കെയാണ് 2-നുള്ളത്? നമ്മുടെ സ്പീച്ച് 2ആണ്. ഭക്ഷണം 2ആണ്. അപ്പോൾ 4-ാം ഭാവാധിപൻ 2-ൽ പോയി നിന്ന് അത് വളരെ ബാഡ് പ്ലേസ്മെന്റ് ആണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാ. മനസ്സിലായോ? 4 സുഖം, 2 എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. അപ്പോൾ ഈ 4-ാം ഭാവാധിപന്റെ 2nd ഹൗസിൽ പ്ലേസ്മെന്റ് വളരെ മോശമാണെങ്കിൽ എന്തു പറ്റും? നമുക്ക് സന്തോഷം തരുന്നൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. അത് തന്നെ മോശം. അങ്ങനെ അതിനുള്ളൊരു യോഗം ഉണ്ടാവില്ല. നല്ല പ്ലേസ്മെന്റ് ആണെങ്കിലോ എല്ലാം ഉണ്ട്, എല്ലാ സുഖവും ഉണ്ട്, ഒരു സുഖത്തിനും കുറവില്ല. സുഖം പിന്നെ 4-ന്റെ 11 എല്ലാ കംഫേർട്ടുകളും ഗെയിൻഡ് പൊസിഷനിലല്ലേ വരുന്നത്. എല്ലാം നമുക്ക് നേടിക്കൊണ്ട് 4-ാം ഭാവം 2-ൽ പോയാൽ കുടുംബസ്നേഹി, കുടുംബം നോക്കുന്ന ആള് അല്ലേ? ചിലപ്പോൾ മൂത്ത മകനൊക്കെ ആണെങ്കിൽ അനിയന്മാരെയൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലെ അച്ഛനും അമ്മേനെയൊക്കെ നോക്കുക. അതൊക്കെ കുടുംബത്തിലുള്ള പ്രതിപത്തി, അല്ലെങ്കിൽ കുടുംബത്തിന് എപ്പോഴും നമ്മുടെ സ്വന്തം കാര്യത്തെക്കാളും കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുക. 4-ാം ഭാവം 2-ൽ. 2 തരം കുടുംബമല്ലേ? 4 നമ്മുടെ ഇമോഷൻസ് ആണ് അല്ലേ? 4 എന്ന് പറയുന്നത് ഇമോഷൻ. ചന്ദ്രന്റെ വീടല്ലേ 4 എന്ന് പറയുന്നത്, കർക്കിടകം എന്ന് പറയണേ. അപ്പോൾ ഇയാൾ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും ഫാമിലി ആയിട്ടുള്ള ബന്ധം, വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഇയാൾക്ക് സന്തോഷം കിട്ടുന്നത് എന്തിൽ നിന്നായിരിക്കും? ഫാമിലിയിൽ നിന്നായിരിക്കും. പൈസയിൽ നിന്ന് സന്തോഷം കിട്ടില്ലേ? പണത്തിൽ നിന്ന് സന്തോഷം കിട്ടുമല്ലോ. നല്ല ഭക്ഷണം കഴിച്ചാൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്, അതിൽ നിന്ന് സന്തോഷം കിട്ടും. കാര്യം കംഫേർട്ട് നിൽക്കുന്നത് 2nd ഹൗസിലാണ്. നല്ല അധ്യാപകനാവാം. അതെ, 2 സ്പീച്ചല്ലേ? നല്ല ധനം ഉണ്ടാവും. പൂർവിക സ്വത്തുക്കളിൽ നിന്ന് വരുമാനം ഉണ്ടാവുമല്ലോ. 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. ഓക്കെ, കുടുംബത്തിൽ നിന്നും ധാരാളം സ്വത്തുക്കൾ ഇയാൾക്ക് കിട്ടും. ഈ വാഹനങ്ങൾ, പ്രോപ്പർട്ടി, ഇത് മുഖേന ധനം ഉണ്ടാവും. കാര്യം വാഹനവും പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 4ആണ്, 2 എന്ന് പറഞ്ഞാൽ ധനമാണ്. അപ്പോൾ വാഹനങ്ങളും പ്രോപ്പർട്ടിയും വഴി ഇയാൾക്ക് പൈസ കിട്ടാം, പണം ലഭിക്കാം. പിന്നെ സ്നേഹിതരും കൂട്ടുകാരും ഈ പറയുന്ന 4 കൂട്ടുകാർ പറയും. അപ്പോൾ കൂട്ടുകാർ മുഖേന ഇയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാം. പിന്നെ വസ്തു, നമ്മുടെ കുടുംബപരമായിട്ടുള്ള വസ്തു കിട്ടുമെന്ന് പറഞ്ഞു. ജന്മനാ തന്നെ ഒരുപാട് സുഖസൗകര്യങ്ങൾ ഉള്ള ആളാണ് ഇയാൾ. ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം സുഖസൗകര്യം ഉണ്ട്. ഇനി ഇല്ലെങ്കിലോ ഇയാൾ ജനിച്ചതിന് ശേഷം കുടുംബത്തിന് നേട്ടമായിരിക്കും. ചില കുട്ടികൾ ജനിച്ചാൽ പിന്നെ പറയില്ലേ, അവൻ ജനിച്ചതിന് ശേഷം കുടുംബത്തിന് വെച്ചടി കയറ്റമാണ്. അതുപോലെ കാര്യം 4-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇയാൾ എവിടെ ഇരിക്കുന്നു അവിടെ അഭിവൃദ്ധി ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ വകയുണ്ടാവില്ല, നല്ല വിദ്യാഭ്യാസത്തിന് വകയുണ്ടാവില്ല, കുടുംബത്തിന്റെ കാര്യവും അതുപോലെ ബുദ്ധിമുട്ടിലായിരിക്കും. നല്ല പാട്ടുകാരനാകാം, സാറ് പറഞ്ഞ പോലെ അധ്യാപകനാവാം, പാട്ടുകാരനാകാം, ഷെഫാകാം. കാര്യം ഫുഡായിട്ട് ബന്ധമുള്ള കാരണം അങ്ങനെ ഈ മേഖലകളിലൊക്കെ ശോഭിക്കാം. ഫാമിലി വാല്യൂസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരിക്കും. കാര്യം 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറും കൂടിയാണ്, നമ്മുടെ സംസ്കാരം കൂടിയാണ്. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ ദൈവികമായ കുറേ സ്റ്റഡീസൊക്കെ, പഠനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധമുണ്ട്, 4-ആയിട്ട് ബന്ധമുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ, ഈ പറഞ്ഞ പോലെ ഗീത പഠിക്കുക, ബൈബിള് പഠിക്കുകയൊക്കെ 4-ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ 4-ഉം 2ഉം കൂടി കണക്ഷൻ വരാൻ നേരത്ത് അങ്ങനെയുള്ള ഒരു നല്ല കൾച്ചറുള്ള, നല്ല സംസ്കാരമുള്ള ഒരാളാവാനും, അതെ, നല്ല നോളജ് ഉള്ള ഒരാളായിരിക്കും. ഫുഡ് ഹാബിറ്റ്സ് ആരെ പോലെ ആയിരിക്കും എന്നറിയോ? അമ്മയെ പോലെ ആയിരിക്കും. 4-ാം ഭാവാധിപനാണല്ലോ 2 നിൽക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഭക്ഷണശീലമായിരിക്കും ഈ കുട്ടിക്ക് ഉണ്ടാവുക. ഇയാളുടെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ട്രിഗർ ചെയ്യണത് ഇയാളുടെ ഫാമിലി പോലെ തന്നെ ഇയാളുടെ സംസാരവും. 2 എന്ന് പറഞ്ഞ സ്പീച്ചാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാൻ, അയാളുടെ മനസ്സമാധാനം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും
അതല്ലെങ്കിൽ എല്ലാവരുടെയും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി 4-ാം ഭാവാധിപൻ 3-ലാണെങ്കിൽ 3 എന്ന് പറയുന്നത് 4-ന്റെ 12 ഏതൊരു ഭാവത്തിൻ്റെയും അതിൻ്റെ 12 എന്ന് പറയുന്നത് അതിൻ്റെ ലോസസ് ആണ് അല്ലേ. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ സുഖമാണ്, തൊട്ട് മുമ്പുള്ള 12 എന്ന് പറയുന്നത് സുഖത്തിൻ്റെ നഷ്ടമാണ്. അപ്പോൾ അതൊരു നല്ല പ്ലേസ്മെൻ്റ് ആയിട്ട് പറയുന്നില്ല. എവിടെയൊക്കെ പ്രശ്നങ്ങൾ വരാം 4 എന്ന് പറയുമ്പം? കുടുംബമായിട്ട് പ്രശ്നങ്ങൾ വരാം അല്ലേ. അതെ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് തന്നെ പ്രോപ്പർട്ടി മൂലമായിരിക്കും. അതും പലപ്പോഴും ആരുമായിട്ടായിരിക്കും? സഹോദരങ്ങളായിട്ടായിരിക്കും. കാര്യം എന്താ, 3-ലല്ലേ നിൽക്കണേ. 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളല്ലേ. അപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാം, കുടുംബഛിദ്രം ഉണ്ടാവുക, അഭിപ്രായ ഭിന്നത, സഹോദരങ്ങളായിട്ട് പ്രശ്നം, വസ്തു പ്രശ്നം, വാഹന പ്രശ്നമാകാം. വാഹനങ്ങളിൽ നിന്ന് അപകടം ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഉണ്ടാകാം. കാര്യം 3 എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്നത് വെഹിക്കിളാണ്, 3 എന്ന് പറയുന്നത് നമ്മുടെ ട്രാവലും കൂടിയാണ്. 12 ലോസസ് ആണ്. അപ്പോൾ നമുക്ക് വാഹനാപകടം വേണമെങ്കിൽ സംഭവിക്കാം. ഇതൊക്കെ എപ്പോൾ സംഭവിക്കും അതാലോചിക്കണം. ദശ, അന്തർദശ, പര്യന്തർദശ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോഴാണ് കേട്ടോ. അല്ലാതെ ഒരാൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇയാൾ എല്ലാ ദിവസവും വണ്ടി ഇടിക്കുമെന്ന് വിചാരിക്കരുത് നമ്മൾ. സമയമാകുമ്പോഴേ സംഗതികൾ നടക്കുള്ളൂ. അപ്പോൾ കുടുംബവുമായ അഭിപ്രായ ഭിന്നത, കുടുംബത്തിൽ അസ്വസ്ഥത, കുടുംബഛിദ്രം, പാർട്ടീഷൻ മുഖേന ജാതകന് നഷ്ടം. പാർട്ടീഷൻ അതായത് ഈ സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അവിടെ. പൂർവിക സ്വത്തിന് ക്ഷതം. എന്നാൽ ഇയാൾ സ്വപ്രയത്നം കൊണ്ടുള്ള ധനത്തോട് കൂടിയവനായും ഗുണവാനായും ദാനശീലനായും ഭവിക്കും. കാര്യം എന്താ, 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫേർട്ടാണ്, നമ്മുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇയാൾക്ക് സുഖം ഉണ്ടാക്കണമെങ്കിൽ ഇയാൾ തന്നെ ഒരുപാട് കഷ്ടപ്പെടണം. ഓക്കെ. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റിയാണ്. അതുകൊണ്ടാണ് ഇയാൾ ഗുണവാനായും ദാനശീലനായും മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കാം. പോസിറ്റീവ് സൈഡ് കൂടി നോക്കണമല്ലോ. അതിപ്പോൾ ഒരു പ്രത്യേക കാര്യമുണ്ട്. 4-ാം ഭാവത്തിൽ 4-ലെ 12 3-ൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം കുടുംബത്തിലെ മൂത്ത ആളായിരിക്കാം. അനിയന്മാരെയൊക്കെ പഠിപ്പിക്കുക, നല്ല കുടുംബം നോക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം അനിയന്മാർ ഈ ചേട്ടനെതിരായിട്ട് നിൽക്കുക. എന്നിട്ട് പാർട്ടീഷൻ കഴിയും, എല്ലാ സ്വത്തും കൊണ്ടുപോകും, ഒന്നുമില്ലാത്തൊരവസ്ഥ വരിക. ഇപ്പം എന്ത് ചെയ്യും? സ്വപ്രയത്നം കൊണ്ട് നല്ല ലെവലിൽ ഉന്നത സ്ഥാനത്തെത്താനുള്ള യോഗമുണ്ട്. കുടുംബത്തിൻ്റെ പാർട്ടീഷൻ ലെവലിൽ അനിയന്മാരുടെ തമ്മിൽ അഭിപ്രായം പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും, ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആവശ്യം വരുമ്പോൾ അനിയന്മാർ അവരുടെ സ്വന്തം കാര്യം നോക്കും. അപ്പം സ്വാഭാവികമായിട്ട് പുള്ളി സ്വപ്രയത്നം കൊണ്ട് ഉന്നത ലെവൽ അങ്ങനെ എത്തുന്ന ആളായിരിക്കും. സിനിമാ കഥ അല്ലേ? സിനിമാ കഥ നമ്മൾ കണ്ടിട്ടില്ലേ? വാത്സല്യം സിനിമയൊക്കെ സിനിമാ കഥ പോലെ ശരിയാണത്. അതെല്ലാം ആയല്ലോ. അതായത് 3 എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളായി, 4 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുടുംബമായി, പിന്നെ 4 പഠിപ്പിക്കലായി, 12 അതിനു വേണ്ടിയുള്ള ചെലവായി, ലോസസായി, അവസാനം പാർട്ടീഷനായി, വാത്സല്യ സിനിമയായി. എല്ലാം ഒന്നുമില്ല. പിന്നെ അയാൾ ഒന്നേം തുടങ്ങണം. അങ്ങനത്തെ സിനിമകളിൽ അങ്ങനത്തെ ഒരു അന്ത്യം കൂടി ഉണ്ട്. അതായത് ഈ സഹോദരങ്ങൾ കാശൊക്കെ നശിപ്പിക്കുകയും ഇയാൾ വളരെ പണക്കാരനാവുകയും അങ്ങനെ ഒരു സംഗതികളും കൂടി ഉണ്ട്. ഈ പലപ്പോഴും ഇയാൾക്ക് ഈ ചില സാഹചര്യങ്ങളിൽ ഈ സഹോദരങ്ങൾ അല്ലെങ്കിൽ അതായത് സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ല, ഈ രണ്ടാനമ്മമാർ മൂലം പ്രശ്നം ഉണ്ടാകുന്ന ആളില്ല, അല്ലെങ്കിൽ രണ്ടാനമ്മയുടെ മക്കൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷനൊക്കെ ഇല്ലേ, അതൊക്കെ ഈ 4th ഹൗസ് ലോഡ് 3rd ഹൗസിൽ നിൽക്കുന്നതാണ്. അവരുടെ കുതന്ത്രങ്ങൾ മൂലം നമ്മുടെ സ്വത്ത് അപഹരിക്കപ്പെടുക അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ ഈ കോമ്പിനേഷനാണ്. അതായത് 4-ന്റെ എല്ലാ ഗുണങ്ങളും 12 വ്യയത്തിൽ പോവും. പിന്നെ വേറെ 4-ന്റെ 12 ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. ഓക്കെ. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇയാൾക്ക് ദൂരെ സ്ഥലങ്ങളിൽ പോകാം. പൊതുവിൽ എല്ലാവരും വന്ന് ചോദിക്കുന്ന ഈ കാര്യമാണ്, എൻ്റെ മോനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോഴും 4-ാം ഭാവത്തിൽ പോയി 12 പോയാൽ 4-ലും 3-ലും പോയാൽ നാട് വിട്ട് പുറത്ത് പോകാൻ പറ്റും. ആൾക്കൊരു സന്തോഷമായി കുട്ടി പഠിക്കുകയും ചെയ്യും. ചില കുട്ടികൾക്ക് പുറത്ത് പോയി തന്നെ പഠിക്കണം ആഗ്രഹമുള്ളുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് പോവുകയും പഠിക്കുകയും. ഈ സഹോദരങ്ങൾ വിദേശത്ത് പോയി പഠിക്കാം. നേരത്തെ സാറ് പറഞ്ഞ പോലെ എല്ലാം വിട്ടിട്ട് നമ്മൾ സഹോദരനെ വിദേശത്താണല്ലോ കൊണ്ടേ പഠിപ്പിക്കുന്നത്. കാര്യം വിദേശമാണ് ഈ 12 എന്ന് പറയുന്നത്. 12 3 ബന്ധവും 4 ബന്ധം. അപ്പോൾ സഹോദരങ്ങൾ വിദേശത്ത് പോയി പഠിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇളയ സഹോദരങ്ങൾ വിദേശത്ത് വീട് വയ്ക്കാം. 4 12 3 അങ്ങനെ സംഭവിക്കാം. ഇതൊക്കെ ഈ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇവർ പരമാവധി വീട്ടിൽ നിന്ന് വിട്ട് കുറച്ച് ദൂരെ പോയി ജോലി ചെയ്യുന്നതാണ് ഇവർക്ക് നല്ലത്.
ഇവരുടെ പലപ്പോഴും തേർഡ് ഹൗസ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഫാമിലി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല. അതൊക്കെയാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർക്കും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഉദ്ദേശിക്കുന്നത് തേർഡ് ഹൗസ് കമ്മ്യൂണിക്കേഷൻ ആയത് കാരണം അങ്ങനെ പ്രശ്നവും ഉണ്ടാകാം. പിന്നെ ഈ കുറച്ച് ഡ്രാമ കാണിക്കുന്ന ആളുകളും കൂടിയാണ്. അതായത് ആ വാത്സല്യ സിനിമ തന്നെ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ അഭിനയം കാണാമല്ലോ നമുക്കിങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. അതിന് ഡ്രാമ എന്ന് പറയും നമ്മളിങ്ങനെ. അതായത് കുടുംബത്തിൻ്റെ മുഴുവൻ അറ്റൻഷൻ എനിക്ക് കിട്ടണം എന്നുള്ള ഡ്രാമ ചെയ്യുന്ന ആളുകളും കൂടിയാണ് ഇവർ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവർക്കുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫോർത്ത് ഹൗസ് ലോർഡ് തേർഡ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇസ് ഈക്വൽ ടു സിനിമ ഓർത്താൽ മതി. അതിൽ എന്തൊക്കെയാണ് മമ്മൂട്ടി കാണിക്കുന്നത് അതൊക്കെയാണ് നിങ്ങളുടെ സ്വഭാവം. അയാളോട് പറയണ്ട, പക്ഷെ നമുക്കറിയാം ഇയാളുടെ സ്വഭാവം ഇതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്പർ ഇട്ട് നോക്കിയാൽ മതി. പിന്നെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കിൽസ് ഒക്കെ ഒരുപാടുള്ള ആളായിരിക്കും. അതായത് വീട്ടിലെ പ്ലംബിങ്ങും ഇലക്ട്രിക് വർക്കൊക്കെ ഇയാൾ തന്നെ ചെയ്തോളും. കാര്യം തേർഡ് ഹൗസ് സ്കില്ലും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേക നാക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും. ആ ഒരു സ്കിൽ എഫേർട്ട് ഇടും, ഹാർഡ് വർക്കിംഗ് ആണല്ലോ. അപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ആ സിനിമയിൽ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ഓടൊക്കെ പുള്ളി തന്നെ മാറ്റി വെച്ചോളും. അതിനൊന്നും ബുദ്ധിമുട്ടുണ്ട്. പുറമേ ആളെ വിളിക്കണ്ട. അത്തരം ഈ സ്കില്ലുകൾ അങ്ങനെയുള്ള ആളുകളാണ്. പുറമെ പണിക്കാരെ വിളിക്കണ്ട, പുള്ളി തന്നെ എല്ലാ പണി എടുത്തോളും. ഇനിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്മെന്റ്. ഏതാ? ഫോർത്ത് ഹൗസിലൂടെ എവിടാ? 4. അപ്പൊ ഇരുന്നാ മതി. അതെ, ഫോർത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ കംഫർട്ട് സോണിൽ ഇരിക്കുക എന്നുള്ളതാണ്, സിംഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇരുന്നാ മതി. എവിടെ ഇരുന്നാ മതി? വീട്ടിൽ ഇരുന്നാ മതി. വീടാണല്ലോ 4 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുക, അങ്ങോട്ട് വന്നോളുമല്ല. ഇവിടെ ഇരുന്ന് എങ്ങോട്ട് നോക്കും? 10ലോട്ട് നോക്കും, കരിയറിലോട്ട് നോക്കും. വീട്ടിൽ ഇരുന്നാലും കരിയർ പോക്കോളും. അത് തന്നെ, വർക്ക് ഫ്രം ഹോം അത് ചെയ്യാം. പിന്നെ വീടും അല്ല ഈ പറഞ്ഞ കാറുമായിട്ടുള്ള ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ പറ്റില്ലേ? പിന്നെ ട്രാൻസ്പോർട്ടിന്റെ മുതലാളിയാവാം. ഒരുപാട് ബസ് സർവീസ്. വാഹനമല്ലേ, വീട്ടിലിരുന്നാ മതി, വണ്ടി ഓടിക്കോളും ആളുണ്ടാകും. അതിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഭീമൻ ഒക്കെ ആകാം. കാര്യം അത് പ്രോപ്പർട്ടി എന്ന് പറയണതും 4ആണ്. അപ്പോൾ ഉറച്ച കുടുംബ ബന്ധമായിരിക്കും. കാര്യം 4 തന്നെ നിൽക്കുന്ന കാരണം കുടുംബമാണല്ലോ. കുറച്ച് കുടുംബ ബന്ധം, കുടുംബത്തിന്റെ സ്ട്രോങ് സപ്പോർട്ട്. അമ്മയായിട്ടുള്ള അടുപ്പോ? ഭയങ്കര അടുപ്പ്. അമ്മാവന്മാരുമായിട്ട് നല്ല അടുപ്പ്. ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല കുടുംബ സൗഖ്യം. വാഹനം. പിന്നെ 4ാം ഭാവം അഗ്രികൾച്ചറും കൂടിയാണേ. കൃഷിയായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ കൃഷിയിൽ നിന്നും ഒക്കെ വരും. കൃഷി, വാഹനം, പ്രോപ്പർട്ടി, ഇതിൽ നിന്നെല്ലാം സുഖം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. വളരെ പണമുള്ള ആളായിരിക്കും, കാശുള്ള ആളായിരിക്കും. എഡ്യൂക്കേഷനോ, വിദ്യാഭ്യാസമോ, നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും. ഫോർത്ത് ഹൗസിൽ തന്നെ. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ഉള്ള, സമൂഹത്തിൽ നിന്ന് അംഗീകാരമൊക്കെ ഉള്ള ആളായിരിക്കും. എല്ലാവിധ സൗകര്യങ്ങളുള്ള ആളായിരിക്കും. വളരെ സെൻഷ്വലായിരിക്കും. അതായത് ഭൗതികമായ സുഖങ്ങളിലെല്ലാം താല്പര്യമുള്ള ആളുമായിരിക്കും. ഫോർത്ത് ഹൗസിലാവാനായിട്ട് റിലീജിയസ് ആയിരിക്കും. കാര്യം നമുക്കറിയാം ഫോർത്ത് ഹൗസിലാണ് ആര് എക്സോൾട്ടഡ് ആവുന്നത്? ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആവുന്നത് അല്ലേ? അപ്പം ഇയാൾ റിലീജിയസ് ആയിരിക്കും. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ താല്പര്യമായിരിക്കും. വീട്ടിൽ ആ ഒരു അന്തരീക്ഷവും കാണും. ഒരു റിലീജിയസ് അറ്റ്മോസ്ഫിയറും കാണും. വീട്ടിൽ ചിലപ്പം 4ാം ഭാവാധിപൻ 4ലും 5ലും ആണെങ്കിലും വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കാണാം. കാര്യം 4 എഡ്യൂക്കേഷൻ്റെ ആണ് അല്ലേ? 5ഉം എഡ്യൂക്കേഷൻ ഇന്റലിജൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാരണം 5 ആണെങ്കിലും അങ്ങനെ സംഭവിക്കും. പിന്നെ ഇത് കൂടാതെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവാം, നാട്ടിലൊരു പ്രമാണിയാവാം. നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ടത്തെ കാലത്ത് അധികാരി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുക, പ്രശ്നക്കാരൊക്കെ വീട്ടിൽ വരിക. അദ്ദേഹം പറയുന്നത് ഫൈനൽ അത് ചെയറിലവിടെ ഇരുന്നാൽ മതി, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഒരു കോംപ്രമൈസ് ലെവലിൽ ഇഷ്യൂ ഒക്കെ പരിഹരിക്കാനുള്ള കഴിയും. അങ്ങനെയല്ലേ ചില ആൾക്കാർ പ്രശ്നങ്ങൾ വന്നാൽ അദ്ദേഹത്തിന് പോയി കണ്ടു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്ത് വരുന്നത്. അപാരമായ കഴിവ് അക്കാര്യത്തിൽ. കാര്യം ഇവർക്ക് ഭയങ്കര മെന്റൽ പീസാണ്. ഇവർക്ക് പീസ് ഓഫ് മൈൻഡ് ഉള്ള ആളുകളാണ്. അപ്പം ഇവർ ബയാസ്ഡ് ആവില്ല. അപ്പം എന്ത് പ്രശ്നവും ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഈ 4ാം ഭാവാധിപൻ 4ൽ നിൽക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖം തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ. അപ്പോൾ 4ാം ഭാവാധിപൻ 4ൽ നിൽക്കുന്ന ഒരാളോട് നമ്മൾ അടുക്കുകയാണെങ്കിൽ, അവരോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിലെത്തിയ പോലെ തോന്നും. അതായത് അത്ര കംഫർട്ട് സോണിൽ നമ്മൾ എത്തിയ പോലെ തോന്നും.
നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോഴേക്കും അവർ പറഞ്ഞാൽ നമ്മൾ തട്ടില്ല. കാര്യം അത്ര ഒരു കെയറിങ് ആയിട്ട് തോന്നും. 4-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ വീടാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പോൾ ഒരു നർച്ചറിങ് ക്യാരക്ടറാണ്. അപ്പോൾ 4-ാം ഭാവത്തിൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ അമ്മയുടെ അടുത്ത് എത്തിയാൽ തോന്നുന്നത് അതുപോലെ തോന്നും. അയാൾ വളരെ കെയറിങ് ആയിട്ട് എന്നോട് ഭയങ്കര സ്നേഹമുള്ള പോലെയൊക്കെ തോന്നും. അമ്മയുടെ വാക്ക് നമുക്ക് തട്ടാൻ പറ്റാത്ത പോലെ ഇവരുടെ വാക്ക് നമുക്ക് തട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു സൂപ്പർ പ്ലേസ്മെൻ്റ് ആണ് 4th ഹൗസ് ലോഡിൽ 4th ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാം. സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും. 4th ഹൗസ് ലോഡ് 4th ഹൗസിൽ നിൽക്കുന്നു. അതിന് ജൂപ്പിറ്ററും കൂടി വന്നു കഴിഞ്ഞാൽ എക്സലൻ്റ് ആയി. എക്സലന്റ് കോമ്പിനേഷൻ ആയി. ഓക്കെ. വേറൊരു കാര്യം കൂടി, 4-ാം ഭാവത്തിൽ നിൽക്കുക, അതിന്റെ കൂടുതൽ വ്യാഴം കൂടി നിൽക്കുക വളരെ യോഗമല്ല. ദൈവാധീനം. 4-ാം ഭാവാധിപൻ 4-ൽ നിന്നിട്ട് അതിന്റെ കൂടെ വ്യാഴവും കൂടി നിൽക്കുക. അത് സാർ പറഞ്ഞു. ഇനി പറയുന്നത് വേറൊരു യോഗം പറയില്ല. ചന്ദ്രനും വ്യാഴമാണെങ്കിലില്ലേ, ചന്ദ്രനും വ്യാഴമാണെങ്കിൽ ഗജകേസരി യോഗം. അത് 4-ാം ഭാവം ചന്ദ്രനായിരിക്കുക. അവിടെ വ്യാഴവും കൂടി വലിയ വ്യാഴൻ ഉച്ചനാണ്. ചന്ദ്രൻ സുക്ഷേത്ര ബലവാനാണ്. ഗജകേസരി യോഗം പൂർണ്ണമായിട്ട് നല്ല തന്നെയാണ്. വ്യാഴത്തിൻ്റെ ദിശ ബേസിക്കലി നല്ലതായിരിക്കും. വ്യാഴത്തിൻ്റെ വ്യാഴവും ശുക്രന് അങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് ആണെങ്കിൽ വളരെ പോസിറ്റീവായിരിക്കും. പക്ഷെ ക്രൂവൽ പ്ലാനറ്റ് ആണെങ്കിലോ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അവിടെ സുഖമൊക്കെ ഉണ്ടാവും, പക്ഷെ പരിശ്രമം വേണ്ടി വരും. അത് ആ നൈസർഗിക സ്വഭാവം എല്ലാ പ്ലാനറ്റും കാണിക്കും. വ്യാഴത്തിൻ്റെ നൈസർഗിക സ്വഭാവം കാണിക്കും അല്ലേ? അത് ഞാൻ ആ 12 പറയുമ്പോൾ പറയാം. എല്ലാവരും അവരുടെ നൈസർഗികമായിട്ടുള്ള സ്വഭാവം കാണിക്കും. അപ്പം വ്യാഴം 4-ൽ നിൽക്കുന്ന 4-ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം 4-ൽ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല 4-ാം ഭാവാധിപനായ ശനി 4-ൽ തന്നെ നിൽക്കുന്നത്. അവരുടെ സ്വഭാവം എന്തായാലും കാണിക്കാതിരിക്കില്ല. ബെറ്റർ. ഓക്കെ, അതൊക്കെ നല്ലതൊക്കെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഭാവാധിപൻ നിൽക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ നൈസർഗികം അതെവിടെയും പോകത്തില്ലല്ലോ. ചില ജന്മനാല് ചില ഗുണങ്ങളില്ലേ ഓരോ ആൾക്കും. ചില ജന്മനാല് ഇപ്പൊ ശരിക്കൊരു ജന്മനാല് ഉണ്ട്, പിന്നെ വ്യാഴത്തിന് ജന്മനാ ചില സ്വഭാവം അത് മാറില്ല, അതുണ്ടാവും. പക്ഷെ റിസൾട്ട് വരും. അതാണ് നൈസർഗിക ഫലം എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ എവിടെ പോയാലും ജന്മനാല് എൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഉണ്ടാവും എപ്പോഴും. പക്ഷെ റിസൾട്ട് വരും. 2 രീതിയിലാണെന്നേ ഉള്ളൂ. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വ്യാഴമാണെങ്കിൽ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരും അല്ലേ? ചൊവ്വയാണെങ്കിൽ വന്ന് ഒരു അടി കൊടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. അതെ, കൊണ്ടുവരും. കിട്ടാനുള്ളത് കിട്ടും. ചെറിയൊരു വ്യത്യാസം. ശനിയാണെങ്കിൽ കുറെ കാത്തു നിൽക്കേണ്ടി വരും. കുറെ നേരം കാത്തൊക്കെ നിന്നിട്ടേ വാങ്ങിച്ചോണ്ട് പോവുള്ളൂ. അങ്ങനെ അത്ര ചെറിയ വ്യത്യാസമുള്ളൂ. രാഹു ആണെങ്കിലോ പറ്റിച്ചിട്ട് കൊണ്ടുവരും അല്ലേ? കേതു ആണെങ്കിലോ പറ്റിക്കൊന്നുണ്ട്, വെറുതെ ചെന്നാൽ മതി, അയാൾ കൊടുത്തിട്ട് പറഞ്ഞു വിടും. കാരണം കേതു ഒരു സന്യാസി ആ ലൈനാണേ. അപ്പൊ കേതു ചെന്ന് ചോദിക്കണമെങ്കിൽ വേഗം നമ്മൾ കൊടുത്ത് അയാളുടെ ഒരു ഇത് കാണുമ്പോൾ കൊടുത്തു നമ്മൾ വേഗം പറഞ്ഞു വിടും. കേതു വർത്താനം പറയാൻ നിൽക്കില്ല, തീ പറയണ്ട വർത്താനം അധികം. സൂര്യനാണെങ്കിലോ കണ്ട് പേടിച്ചപ്പോൾ തന്നെ കൊടുക്കും. ചൊവ്വനെ പോലെ അടി പോലും കൊടുക്കണ്ട, വെറുതെ നിന്നാ മതി. രാജാവല്ലേ? അപ്പോൾ ഓരോരുത്തരും അവർ നൈസർഗിക സ്വഭാവം കാണിക്കും. റിസൾട്ട് എന്തായാലും കിട്ടും, അതിൽ സംശയമില്ല. പ്രോപ്പർട്ടി കിട്ടില്ലേ? 4-ാം ഭാവത്തിൽ 4-ലാണെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് പ്രോപ്പർട്ടി കിട്ടും. ഒരുപാട് ഫിക്സഡ് അസറ്റ്സ് ഒക്കെ ഉണ്ടാകും. ഇമൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒരുപാട് ഉണ്ടാവും. അമ്മയെ പോലെ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരിക്കും. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവർക്ക് സന്തോഷം കിട്ടുന്ന ഇവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അമ്പലം എല്ലാം വീട് തന്നെയാണ്. വീടാണ് ഇവർക്ക് ഏറ്റവും കംഫർട്ട് സോൺ. പിന്നെ എന്ത് ദുരന്ത വാർത്തയും എന്താ പറയാ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവും. കാര്യം 4th ഹൗസ് നമ്മുടെ ഹാർട്ടും കൂടിയാണ്. ഓക്കെ, അങ്ങനെ ഒരു ബിഗ് ഹാർട്ടായിരിക്കും, ഒരു വിശാലമായ ഹൃദയം കൂടിയായിരിക്കും. അപ്പൊ അതായി. ഇനി 4th ഹൗസ് 5th ഹൗസിലാണെങ്കിലാ അതെങ്ങനെയായിരിക്കും? 4th ഹൗസ് പറഞ്ഞാൽ കേന്ദ്രാധിപനാണ്. 5th ഹൗസ് പറഞ്ഞാൽ ത്രികോണാധിപനാണ് അല്ലേ? ത്രികോണസ്ഥാനമാണ്. അപ്പൊ കേന്ദ്രാധിപൻ ത്രികോണത്തിൽ നിൽക്കുന്നത് നല്ലതല്ലേ? അതായത് വിഷ്ണു സ്ഥാനത്തുള്ള ആള് ലക്ഷ്മി സ്ഥാനത്ത് പോയി നിൽക്കുന്നത്
നല്ലൊരു പ്ലേസ്മെന്റ് ആണ്. അത് മാത്രമല്ല 4ന്റെ 2 5 എന്ന് പറയുന്നത്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ എന്തിന്റെയും എക്സ്പാൻഷനാണ്, ഇതിനെയും വലുതാക്കും. അപ്പൊ 4ന്റെ എക്സ്പാൻഷനാണ് 5 എന്ന് പറയുന്നത്. അപ്പൊ അത് നല്ലൊരു പ്ലേസ്മെന്റ് ആയിട്ട് പറയണത്. അപ്പൊ കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടാവും? 4 കുടുംബമാണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനങ്ങളാണ്. അപ്പൊ 4ാം ഭാവത്തിന് 5 നിൽക്കുമ്പം സന്താനങ്ങൾ, ഒരുപാട് കുട്ടികളുള്ള കുടുംബമാകാൻ സാധ്യതയുണ്ട്. നല്ല കുട്ടികളുള്ള കുടുംബം, ഐശ്വര്യമുള്ള കുടുംബമായിരിക്കും. 5 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, പൂർവ്വജന്മ പുണ്യമാണ്. കുട്ടികളുണ്ടാകും, കുട്ടികൾ മുഴുവൻ സുഖം ഉണ്ടാകാം, കുട്ടികൾ മുഖേനയുള്ള സുഖം ഉണ്ടാകാം. ഓക്കെ, വളരെ ക്രിയേറ്റീവ് ആയിരിക്കും ഇവർ. കാര്യം 5 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ്. 4ാം ഭാവത്തിന് 5 പോകുമ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ആ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് സുഖം കിട്ടുന്ന ആളുകളായിരിക്കാം. വേണമെങ്കിൽ ഇവർ ഈ ഇപ്പം 4 എന്ന് പറഞ്ഞാൽ വാഹനവും വീടൊക്കെ അല്ലേ, 5 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഡിസൈൻ ഒക്കെ ചെയ്യാം, ഇന്റീരിയർ ഡിസൈൻ ചെയ്യാം, പുതിയ പുതിയ കാറുകളുടെ മോഡലൊക്കെ ലോഞ്ച് ചെയ്യുന്നത് ഇവരായിരിക്കും. അതെ അതെ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും, ഒരുപാട് ബഹുമാന്യത ഉള്ള ആളായിരിക്കും, കിട്ടുന്ന ആളായിരിക്കും. ഓക്കെ, ധനപ്രാപ്തിയുള്ള ആളുകളായിരിക്കും, പിതൃധനം കിട്ടുന്ന ആളുകളായിരിക്കും, ഒരുപാട് കീർത്തി, ദീർഘായുസ്, സൽപുത്ര ലാഭം ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഈ ദൈവികമായ പുരാണ കാര്യങ്ങളിലൊക്കെ ഒരുപാട് അറിവുള്ള ആളുകളായിരിക്കും. ഇവരുടെ കുടുംബത്തിലും അത്ര അറിവുള്ള ആളുകളുണ്ടാവും. 5 എന്ന് പറഞ്ഞാൽ അതും കൂടിയാണ്. 5 പൂർവ്വജന്മത്തിൽ ഉപാസനയൊക്കെ നമ്മൾ 5ആയിട്ടാണ് പറയാറ്. അപ്പം ഇതുമായിട്ട് ബന്ധമുണ്ട്, സ്പിരിച്വൽ നോളജായിട്ട് 5നും 9നും ബന്ധമുണ്ട് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവരാൽ ഒരുപാട് ബഹുമാനിക്കപ്പെടുന്ന ആളുകളായിരിക്കും. അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ബഹുമാനമൊക്കെ ഇവർക്ക് കിട്ടും. ഇവർ കൂടുതലും ഇങ്ങനെ വിഷ്ണു ഭക്തരായിട്ട് കാണാറുണ്ട്. വിഷ്ണു ലക്ഷ്മി നമ്മളൊരു കോമ്പിനേഷൻ വരുന്നതുകൊണ്ടാണോ തോന്നുന്നു. വിഷ്ണു ഭക്തരായിട്ട് പറയാറുണ്ട്, ഡിവോട്ടീസ് ഓഫ് വിഷ്ണു എന്നാണ് പറയാറ് 4ാം ഭാവാധിപൻ 5 പോകാൻ നേരം. പിന്നെ സ്വന്തം അധ്വാനം കൊണ്ടൊക്കെ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കും, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മ ഒരു റെസ്പെക്ട്, ഒരു വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളായിരിക്കും. കാര്യം 4ാം ഭാവാധിപൻ 5 പോകാൻ നേരത്ത്. ഓക്കെ, അമ്മ വേണമെങ്കിൽ ടീച്ചറും ആകാം അല്ലേ സാറേ? ടീച്ചറും ആകാം. ബുദ്ധിപരമായ നല്ല നല്ല കുടുംബത്തിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു യോഗമാണ്. നല്ല പൊളിറ്റിക്കൽ ബന്ധങ്ങൾ ഉണ്ടാകും, പൊളിറ്റിക്കൽ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. ഈ പൊളിറ്റിക്സുമായിട്ട് 5ാം ഭാവം ബന്ധമുണ്ട് ഇല്ല സാർ? അപ്പം ഈ ഭരിക്കുന്നവരുടെയൊക്കെ ബഹുമാനം കിട്ടാനും ഇനി ഇയാൾ തന്നെ അങ്ങനെയൊക്കെ ആവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. നല്ല പൊളിറ്റിക്കൽ കണക്ഷൻസ്, പബ്ലിക്കിൻ്റെ അക്സെപ്റ്റൻസ് ഉണ്ടാകും. അമ്മ വളരെ ഫേമസ് ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്മ ടീച്ചറൊക്കെ ആണുള്ള സാധ്യതയുണ്ട്. നല്ല വിഷണറി ആയിട്ടുള്ള ഒരാളായിരിക്കും, നല്ല ദീർഘവീക്ഷണമുള്ള ഒരാളായിരിക്കും. മൊത്തത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ് 4ാം ഭാവാധിപൻ 5ൽ നിൽക്കുന്നത്. 5 എന്ന് പറയുന്ന ബുദ്ധി, പൂർവ്വജന്മ സുഹൃതം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് വന്ന ആളായിരിക്കും. അതുകൊണ്ട് നല്ലൊരു യോഗമാണ് ഒരു ഇമോഷണൽ ബാലൻസ് കിട്ടുന്നതും സുഖം കിട്ടുന്നതും എന്തിൽ നിന്നൊക്കെ ആയിരിക്കും? 5ൽ നിന്നായിരിക്കും. അപ്പോൾ 5 എന്തൊക്കെയാണ്? കുട്ടികളിൽ നിന്നും. കുട്ടികളായിട്ട് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. ഈ കുട്ടികൾ മൂലം ഒരുപാട് സുഖം കിട്ടും. പിന്നെ ഈ ബുദ്ധിപരമായ വ്യാപാരങ്ങളിൽ നിന്നും ഒരുപാട് ഗെയിംസ് എന്നല്ല പറഞ്ഞത്, ഗെയിംസ് എന്നൊക്കെ ഒരുപാട് ഗെയിംസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതാണ്, 5ആണ്. ഹോബീസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യണത് 5ആണ്. അഡ്വഞ്ചർ റെപ്രസെൻറ്റ് ചെയ്യണത് 5ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഈ സുഖങ്ങളെല്ലാം കിട്ടുന്നത് ഇയാളുടെ പൂർവ്വജന്മ പുണ്യം കൊണ്ടായിരിക്കും. 5ലാണല്ലോ പോയി നിൽക്കുന്നത്. ഇതെല്ലാം പൂർവ്വജന്മമായിട്ട് കണക്ഷൻ കാണും. അപ്പോൾ അങ്ങനെ ഒരു സുഖം അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് 4ാം ഭാവാധിപൻ 5ൽ നിൽക്കുക എന്ന് പറയുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളാണ്, വളരെ ഇൻറ്റ്യൂട്ടീവ് നേച്ചറുള്ള ആളുകളും കേട്ടോ. വളരെ ക്രിയേറ്റീവായിട്ട് ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആളുടെ സൈക്കോളജിയൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. കാര്യം 4 എന്ന് പറയുന്നത് മെൻ്റൽ പീസാണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള നോളജും കൂടിയാണ്. അപ്പോൾ ഈ കണക്ഷൻ വരുമ്പം ഹ്യൂമൻ സൈക്കോളജിയൊക്കെ മനസ്സിലാക്കാൻ വളരെ കപ്പാസിറ്റി ഉള്ള ആളുകളും കൂടിയായിരിക്കും. ഇയാളും ജനനത്തിന് ശേഷം കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവും. ഇവർ ജനിച്ചതിന് ശേഷം അങ്ങനെ ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. കൂടുതലും പൈസ ചിലവാക്കുന്നത് ഈ പറയുന്ന പോലെ പഠിക്കാൻ വേണ്ടിയായിരിക്കും. 5ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ വേണ്ടി മാത്രമല്ല, 5ൻ്റെ കാര്യങ്ങൾക്കൊക്കെ പണം ചിലവാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കാര്യം 2 എന്ന് പറഞ്ഞാൽ ധനമാണ്. ആ ധനം 5ലോട്ടായിരിക്കും ഒരുപാട് ചിലവാക്കുന്നത്. എന്തിന്? 4ൻ്റെ സുഖം കിട്ടാൻ വേണ്ടി. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുകയും ഒരുപാട് പഠിക്കാനൊക്കെ ഒരുപാട് കാശ് ചിലവാക്കുകയൊക്കെ ചെയ്യാൻ വരും. ഓക്കെ, അപ്പോൾ അതൊരു നല്ല കോമ്പിനേഷനായി. ഇനിയൊരു മോശം കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ 4 4ാം ഭാവാധിപൻ എവിടെ പോകണു?
ആറിപ്പോണം. 6 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? രോഗം, രിപു, ഋണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ്, ഇതെല്ലാം 6 അല്ലേ? 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖമാണ്. അപ്പൊ സുഖം മുഴുവൻ ആറിപ്പോയി. എന്തൊക്കെ കാരണം പോകാൻ സാധ്യതയുണ്ട്? രോഗം കാരണം, കടം കാരണം, പിന്നെ ശത്രുത കാരണം, അതായത് കേസ് വഴക്കുകൾ കാരണം പോകാൻ സാധ്യതയാണ്. സാറ് പറഞ്ഞ പോലെ 4-ാം ഭാവത്തിന് ആറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് സെറ്റിൽ ആവാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു യോഗം കൂടിയാണ്. കുടുംബത്തിൽ ദാരിദ്ര്യം, കാര്യം 4 എന്ന് പറഞ്ഞ കുടുംബമാണ്. ആറിപ്പോയി. 4ന്റെ എത്രയാണ് 6? 4ന്റെ 3 ഓക്കെ. അപ്പോൾ അതൊരു ബാഡ് പ്ലേസ്മെന്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ടാവും? കുറയോ കൂടുമോ? കുറയും. കാര്യം 6 എന്ന് പറയുന്ന ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസ് ഒക്കെയാണ്, കുറയും. അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മയ്ക്ക് നല്ല ശാരീരിക സൗഖ്യം ആയിരിക്കുമോ? അല്ല. കാര്യം രിപു ഋണമാണ്. ഓക്കെ. രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിന് ക്ഷയം. വാഹനങ്ങൾ മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടാവും, 6 ആയതുകൊണ്ട്. ഓക്കെ. 4 എന്ന് പറഞ്ഞാൽ വാഹനമാണ്. ധനനഷ്ടവും ഉണ്ടാകും. ഈ 4-ാം ഭാവാധിപൻ ശുഭനാണെങ്കിൽ ഈ എഫക്റ്റ് കുറച്ച് കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണ് സാറിന്റെ ടെക്സ്റ്റ് കാണുന്നത്. 4-ാം ഭാവാധിപൻ ശുഭനാണെങ്കിൽ കാഠിന്യം കുറയും. അത്രയും കുഴപ്പമില്ല. 6 എന്ന് പറഞ്ഞാൽ രോഗ, ദുഃഖ, ദുരിത, കടം, അതിന്റെ കാഠിന്യം കുറയും ശുഭനാണ്. 6 നിൽക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4-ാം ഭാവം അത് വേറെ കാര്യം. നമ്മളിപ്പോ 6ന്റെ കാര്യം. 4-ാം ഭാവാധിപൻ 4-ാം ഭാവാധിപൻ 6-ൽ പോയി നിൽക്കുക. അപ്പൊ ശുഭനാണെങ്കിൽ കാഠിന്യം കുറച്ച് കുറയും. ഇതിന് പരിഹാരമാണ് നാട് വിട്ട് ദൂര സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. 4-ാം ഭാവം ഇപ്പോൾ എല്ലാവരും പോക്കണമെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള പരിഹാരമാണ് വീട് വിട്ട് ദൂര സ്ഥലത്ത് പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാവും. നല്ല ലെവലിലേക്ക് വരാൻ. നമ്മളിപ്പോ ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരവും കൂടി വേണമല്ലോ. കാരണം 4-ാം ഭാവം 6 പോയി നിങ്ങളുടെ കാര്യം പോക്കാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള പരിഹാരം കൂടി വേണം. പരിഹാരമാണ് ജനിച്ച നാടും വീടും വിട്ട് ദൂര സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതിനുള്ള പരിഹാരം. 4-ാം ഭാവം ചന്ദ്രൻ. പക്ഷബലുള്ള ചന്ദ്രൻ 6 നല്ലതല്ലേ? പക്ഷബലില്ലേ പോക്കാണ്. അമ്മ രോഗിയാവുക അല്ലേ? പിന്നെ നമുക്ക് കടം പിടിക്കുക. പിന്നെ ഒരു ദുഃഖിതൻ, എല്ലാ കാര്യത്തിലും മനസ്സിന് ഒരു ദുഃഖമില്ല, ഒരു സുഖമില്ലായിരിക്കുക. 4 സുഖസ്ഥാനമല്ലേ? സുഖസ്ഥാനം പോയിട്ട് 6 പോകണം. മനസ്സമാധാനം ഇല്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ 4-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുമ്പോൾ 6-ാം ഭാവമായിട്ട് 4-ാം ഭാവത്തിനുള്ള ബന്ധം കൂടി നോക്കണം. അതായത് ആ പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഓക്കെ. ഇപ്പൊ 4-ാം ഭാവാധിപൻ ഒരു പാപനാവുകയും 6-ൽ നിൽക്കുകയും, പക്ഷേ പാപനാണെങ്കിൽ പോലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റും ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ രോഗത്തിനെയും ദുഃഖത്തിനെയും ദുരിതത്തിനൊക്കെ ഇയാൾ ഓവർകം ചെയ്യും. ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മനസ്സിലായി, ഉണ്ടാവും. ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. ദുരിതം തന്നെയാണത്, അതിലൊരു സംശയമില്ല. ദുരിതം തന്നെയാണല്ലോ. അതേസമയത്ത് 6-ലൊരു പാപഗ്രഹം നിൽക്കുകയാണ്. 4-ാം ഭാവം 6-ൽ പോയിട്ട് അതിന്റെ കൂടെ 6-ലൊരു പാപഗ്രഹം നിന്ന് അതിന്റെ കാഠിന്യം കുറയില്ലേ? കുറയോ? നല്ലതല്ലല്ലോ. പാവഗ്രഹങ്ങള് 6, 8, 12 നല്ല സ്ഥലമാണ്. പക്ഷമില്ലാതെ ചന്ദ്രൻ പാവനാണ്. ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലം നോക്കണം. 6 6-ാം രാശി ചന്ദ്രനായിട്ടുള്ള ബന്ധം നോക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കണം. അതാ ഞാൻ 2ാമത് എടുത്തു പറഞ്ഞത്. രാശി നോക്കണം, ചന്ദ്രനായിട്ടുള്ള ബന്ധം നോക്കിയിട്ട് വേണം പറയാൻ. അതാ 2ാമത് ഞാൻ എടുത്തത് പറഞ്ഞത്. അതായത് നിൽക്കുന്ന ഗ്രഹം അതാണ് പാപനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാപനായിട്ടുള്ള ഗ്രഹം 6-ൽ നിൽക്കുകയും ആ 6 ഈ പറഞ്ഞ പോലെ ഈ നല്ല ബന്ധമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിന് എല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. ഈ പാവനായ ചന്ദ്രൻ 6-ൽ നിന്ന് നല്ല ഫലമല്ലേ ചെയ്യാം? അതാണ് പാവനായ ആള് ചന്ദ്രൻ 6-ൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലം ചെയ്യും. പാവി നിൽക്കുന്നതിന് തുല്യമായില്ല. കന്നിരാശി എന്ന് പറഞ്ഞാൽ ബുധന്റെ വീടല്ലേ? ചന്ദ്രനാണ്.
പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ വ്യാഴമൊക്കെ നോക്കുകയാണെങ്കിലേ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ മാറും. ഇത് നമ്മൾ വെറും ഇൻഡിവിജ്വൽ പ്ലേസ്മെന്റ് അല്ല പറയണത്. ഒരു ജാതകം നോക്കുമ്പോൾ ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് ലഗ്നാധിപൻ വളരെ സ്ട്രോങ് ഒക്കെ ആണെങ്കിലോ, സ്ട്രോങ് ആണ്, വ്യാഴം സ്ട്രോങ് ആണ്, വ്യാഴത്തിന് ഇവിടത്തേക്ക് ദൃഷ്ടി വരിക, അങ്ങനെ കണക്ക് മാറും. അത് മാത്രമല്ല 4-ാം ഭാവം നവാംശത്തിൽ വളരെ സ്ട്രോങ് പ്ലേസ്മെന്റ് ഒക്കെ ആണെങ്കിലോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട്. നമ്മളിവിടെ ജനറൽ ആയിട്ടുള്ള വേറെ കാര്യം, 4-ാം ഭാവത്തില് ഗ്രഹനിലയിൽ 6-ലാണ്, ഭാവത്തിൽ പോയി 7 നിൽക്കുകയാണെങ്കിലും സംഗതി മാറില്ലേ. ഭാവം കൂടി നോക്കണം, നമ്മൾ ഗ്രഹനില നോക്കണം, ഭാവം നോക്കണം, നവാംശം നോക്കണം. ഇത്രയും 3 കാര്യങ്ങൾ നോക്കിയാലേ നമുക്ക് ഫലം പറയാൻ, നല്ല കൃത്യമായ ഫലം പറയാൻ പറ്റുള്ളൂ. അല്ല വെറുതെ ഗ്രഹനില നോക്കിയിട്ട് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. വർഗോത്തമം ചെയ്യും, മോർ പവർഫുൾ ആണ് ആ പ്ലാനറ്റ്. അത് അപ്പോൾ 4-ാം ഭാവാധിപൻ ശുഭനെങ്കിൽ ദോഷഫലത്തിന് കുറവുണ്ടാകും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ആൾ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം. ഇദ്ദേഹത്തിന് ഈ യാഥാർത്ഥ്യം മറച്ചു പിടിക്കുന്ന സ്വഭാവം ഉണ്ടാകും. 4-ാം ഭാവാധിപൻ 6-ൽ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലായോ, യാഥാർത്ഥ്യം മറച്ചു പിടിക്കുന്ന ഒരു സ്വഭാവം. അതായത് അദ്ദേഹം പുറമേ കാണിക്കുന്നതൊന്നും വളരെ സ്വീറ്റായിട്ട് നിങ്ങളോട് സംസാരിക്കുകയും അകത്ത് നിങ്ങളെ ചതിക്കണം എന്നുള്ള അല്പസ്വല്പം കളറൊക്കെ തട്ടിപ്പ് വെട്ടിപ്പൊക്കെ നടക്കാം. അതെ, പറയണത് മാതിരിയായിരിക്കില്ല, പ്രവൃത്തിയും പറച്ചിലും വ്യത്യസ്തമായിരിക്കും. സർവീസ് ആണ് ഇവർക്ക് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഈ 4-ാം ഭാവം സുഖമാണെന്ന് പറഞ്ഞല്ലോ. 6-ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സർവീസും കൂടിയാണ്, സേവനം കൂടിയാണ്. ഇതിന്റെ റെമഡി അതാണ് ശരിക്കും. അതായത് 4-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് സുഖം കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയുമോ, ഇവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴായിരിക്കും. നാച്ചുറൽ ടെൻഡൻസി അതാണ്. 4 സുഖമാണ്. ഓക്കെ, 6-ലാണ്, 6-ആണ് രോഗരിപു ഋണമാണ്. രോഗം റിപു ഋണം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുമ്പോൾ, അതായത് 4 എന്ന് പറഞ്ഞാൽ സമൂഹം കൂടിയാണല്ലോ, ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ഇവർക്കൊരു സുഖം കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള രീതി. കറക്റ്റ്. അപ്പോൾ അത് നമ്മളെന്താ ചെയ്യണം, അതിൻ്റെ റെമഡി എന്താ? നമ്മളെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക്, സമൂഹത്തിന് സർവീസ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ റെമഡി. ഓക്കെ, സർവീസാണ് 6th ഹൗസ് എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, ഈ 6th ഹൗസ് ആണ് പ്രോബ്ലം സോൾവിങ്. നമ്മുടെ മത്സര പരീക്ഷകളൊക്കെ 6th ഹൗസ് ആണ്, അറിയാമോ? മത്സര പരീക്ഷകളൊക്കെ 6th ഹൗസ് ആണ്. അപ്പം ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സുഖം കിട്ടും. 4th ഹൗസിലോട് 6th ഹൗസിലാണെങ്കിൽ, ഒരു നല്ല പ്ലേസ്മെന്റ് ആണെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ റെമഡി. പിടിയില്ലേ? അതായത് നമ്മളൊന്നും ചെയ്യുന്നില്ല, 6-ന്റെ സ്വഭാവം എന്താണോ അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പറഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വീട് ഒന്നും നല്ല രീതിയിൽ കാണത്തില്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. കാര്യം 4-ാം ഭാവം 6-ൽ പോകാൻ നേരത്ത് എല്ലാ വീട്, കുടുംബം, അങ്ങനെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ നെഗറ്റീവായി പോകും. 4th ഹൗസിലോട് 6th ഹൗസിലാവാൻ നേരത്ത്. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തന്നെ അതിൽ പ്രശ്നങ്ങൾ കാണാം, ലീഗൽ പ്രശ്നങ്ങൾ കാണാം, അല്ലേ? അമ്മയ്ക്ക് അസുഖം, അതായത് 4th ഹൗസിലോട് 6th ഹൗസിലാകുമ്പോൾ പ്രോപ്പർട്ടി 4th ഹൗസ് ആണ്. അത് ഈ പറഞ്ഞ പോലെ റിബു, അതായത് കേസ്, വഴക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം. പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും, കടം പിടിച്ച് ലോൺ എടുക്കുന്നത്, ലോൺ എടുക്കും ഇവർ വീട് വെക്കുമ്പോൾ, വീട് വയ്ക്കുമ്പം ലോൺ എടുക്കും. വളരെ മോശമാണെങ്കിൽ ലോൺ എടുത്ത് വെച്ച വീടും പോകും. മനസ്സിലായില്ലേ? ലോൺ ഉണ്ടാവും, ഇപ്പോഴും കടവുണ്ടാവും. കടവില്ലാത്തൊരു പരിപാടിയില്ല. കാര്യം കടവും 4-ഉം തമ്മിൽ ബന്ധം വന്നു. പ്രോപ്പർട്ടിയിൽ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നല്ല ഫീൽഡ് ഏതൊക്കെയാ? ലോ, മെഡിക്കൽ ഫീൽഡ്, ഇതൊക്കെ നല്ല ഫീൽഡാണ്. ഇവർ ജോലി ചെയ്യുകയാണെങ്കിൽ, സർവീസ് ചെയ്യുകയാണെങ്കിൽ. കാര്യം ലോ, ഇതെല്ലാം ലോയും മെഡിക്കൽ എന്നൊക്കെ പറയുന്നത് 6-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡുകളാണ്. അപ്പോൾ അവിടെ ആ ഫീൽഡുകളിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊരു സുഖം കിട്ടും. ഡോക്ടർ, നഴ്സ്, അതേമാതിരിയുള്ള സർവീസ് ഓറിയന്റഡ് വർക്ക് ചെയ്താൽ അല്ലേ? അമ്മ ഡോക്ടറൊക്കെ ആവാം. അമ്മ ഡോക്ടർ ആവുകയാണെങ്കിൽ 4-ാം ഭാവം 6-ലും പോസിറ്റീവ് പ്ലേസ്മെന്റ് ആണെങ്കിൽ അമ്മ ഡോക്ടർ ആയിരിക്കും ഇവരുടെ. അല്ല, അമ്മ വക്കീലായിരിക്കാം. സർവീസ് അല്ലേ? അമ്മാവന്മാരിൽ നിന്ന് പ്ലേസ്മെന്റ് അനുസരിച്ച് ഗുണമോ ദോഷമോ എന്താന്ന് വെച്ചാൽ കിട്ടും.
നേരത്തെ പറഞ്ഞ പോലെ ക്രൂവൽ പ്ലാനറ്റ് ആണ്. പാപന്മാരാണെങ്കിൽ കുറച്ചും കൂടി ശക്തിയോടുകൂടി ഫൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് ആ പ്ലേസ്മെന്റും കൂടി നോക്കണം. ശുഭനാണെങ്കിൽ അങ്ങോട്ട് കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, പാപനാണെങ്കിൽ മോശം പ്ലേസ്മെന്റ് ആണെങ്കിൽ അങ്ങോട്ട് കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോളും. അതാണ് ആ വ്യത്യാസം. അതാണ് ശുഭനാണെങ്കിൽ വലിയ പ്രശ്നമില്ലെന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, വറീസ്, സ്ട്രെസ് ഇതൊക്കെ ഇവരൊരു റുട്ടീനായിട്ട് മാറും. എല്ലാം ഇത് അവരുടെ റുട്ടീൻ എന്ന് നമ്മുടെ റുട്ടീനാണല്ലോ, ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവും. ഈ റുട്ടീൻ എന്ന് പറയുന്നത് 6 ഹൗസ് ആണേ. നമ്മുടെ റുട്ടീൻസ് ദൈനംദിന കാര്യങ്ങളില്ലേ, അത് ഇതാണ് അതെല്ലാം 6 ഹൗസ് ആണ്. അപ്പോൾ ഈ സ്ട്രെസ്സും വറീസൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കൊണ്ട് നടക്കാം. അതായത് മനസ്സിന് സ്വസ്ഥതയില്ല, സമാധാനമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അസുഖങ്ങൾ ഈ പറഞ്ഞാൽ 4th ഹൗസ് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടൊക്കെയാണ്. ഹാർട്ട്, ചെസ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ 6th ഹൗസായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഈ നേറ്റീവ് ഫോറിൻ കൺട്രിയിലാണെങ്കിൽ നല്ലതാണ്. വിദേശത്താണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. അതേപോലെ തന്നെ നേറ്റീവ് ഹീലിംഗ്, കൗൺസിലിംഗ് ഈ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഏതെങ്കിലും സർവീസിങ് ഫീൽഡ് ആണെങ്കിൽ ഇതൊരു നല്ല കോമ്പിനേഷനായിട്ട് മാറും, ഉപകാരമുള്ള കോമ്പിനേഷനായിട്ട് മാറും. അല്ലെങ്കിൽ ആസ്ട്രോളജി ഹീലറാണല്ലോ, ഹീലറും കൗൺസിലറും ആണല്ലോ ആസ്ട്രോളജി എന്ന് പറയണേ. അപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി 4-ാം ഭാവാധിപൻ 7 എന്ന് പറഞ്ഞാൽ 4-ന്റെ 4ആണ്. 4-ന്റെ 4ആണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും പ്ലേസ്മെന്റ്? നല്ല പ്ലേസ്മെന്റ് ആണ് അല്ലേ? 4-ന്റെ 4ആണ്, 4-ാം ഭാവാധിപൻ 7-ലുമാണ്. ലഗ്നത്തിന്റെയും കേന്ദ്രത്തിലാണ്, 4-ന്റെയും കേന്ദ്രത്തിലാണ്. അപ്പോൾ അത് ഓവറോൾ നല്ല പ്ലേസ്മെന്റ് ആണ്. സാർ ഇൻഡിവിജ്വൽ ഹോറോസ്കോപ്പ് എടുക്കല്ലേ? ഇൻഡിവിജ്വൽ ഹോറോസ്കോപ്പ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് നോക്കാം. അല്ലല്ല, ഞാൻ പ്ലാനറ്റ് എടുക്കുന്നില്ല, ബുധനോ വ്യാഴോ വെള്ളി ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് പ്ലേസ്മെന്റ് മാത്രമേ പറയുള്ളൂ. 4th ഹൗസിൽ ഏത് വളരെ സിമ്പിൾ ആണ്. 4th ഹൗസിലോട് 6th ഹൗസിൽ പിന്നെ റിസൾട്ട് നമ്മൾ പറയേണ്ടി വരും. ഈ പറഞ്ഞ പോലെ 5, 6, 7-ാം ഭാവാധിപൻ അല്ലെ? 7-ാം ഭാവാധിപൻ രണ്ടും പറയേണ്ടി വരും. എങ്ങനെ? വ്യാഴം നിൽക്കുന്നത് അപ്പൊ 4-ാം ഭാവാധിപനും 7-ലായി, 7-ാം ഭാവാധിപനും 7-ലായി. 2 റിസൾട്ടും ഉണ്ട്. രണ്ടും ഉണ്ട് സാറേ, രണ്ടും പറയണം. ഇപ്പൊ നമ്മൾ 4-ാം ഭാവാധിപന് 7 പറയും. ഇനി നമ്മൾ 7-ാം ഭാവാധിപൻ എടുക്കുമ്പോൾ 7-ാം ഭാവാധിപന് 7 നിൽക്കുന്ന റിസൾട്ട് പറയും. എല്ലാവർക്കും വരും. നല്ല ഫലമാണ്, നല്ല ഫലമാണ്. 7-ാം ഭാവാധിപൻ 7 നിൽക്കുക, 4-ാം ഭാവാധിപൻ 7 വരിക, നല്ല ഫലം. എല്ലാവർക്കും വരും. എല്ലാവർക്കും വരും. നല്ല റിസൾട്ട് തന്നെയാണ്, സംശയമില്ല. 2 റിസൾട്ടും ആയിരുന്നു കിട്ടും. ഡബിൾ പോസിറ്റീവായി എന്ന് വേണമെങ്കിൽ പറയാം. 7-ാം ഭാവാധിപന് 7 നിൽക്കുന്ന റിസൾട്ടുമായി, 4-ാം ഭാവാധിപന് 7 നിൽക്കുന്ന റിസൾട്ടുമായി 2 റിസൾട്ടും ആയി പോയി. 4-ാം ഭാവാധിപന് 7 നിൽക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 7 നിൽക്കുന്നത് വളരെ നല്ല പ്ലേസ്മെന്റ് ആണ്. ഒരു വേറെ ബന്ധമൊന്നും ഇന്ന് പോയാൽ വെറുതെ പറ. കറക്റ്റ്. 4-ാം ഭാവാധിപന് 7 നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യക്ക് ആരുടെ സ്വഭാവം വരും? അമ്മയുടെ സ്വഭാവം വരും. നല്ലതാണ് വിവാഹം കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതേ വീട്ടിൽ നിൽക്കരുത്. കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് മാറിക്കൊള്ളുക. അമ്മയച്ഛനും ബുദ്ധിമുട്ടോ? കാര്യം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാള് 4-ാം ഭാവത്തിന് 7-ലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ലൈഫിന്റെ ഒരു വലിയ സമയം അമ്മയുടെ സ്വാധീനിക്കും. കാര്യം 7-ൽ നിന്നിട്ട് എങ്ങോട്ടാ നോക്കണേ? അല്ല, ലഗ്നത്തിലോട്ട് നോക്കില്ലേ? 7-ൽ നിന്നിട്ട് ഇയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അമ്മ ഇത്രയും നാളായിട്ട്, കല്യാണത്തിന് മുമ്പ് വരെ. ഓക്കെ, കല്യാണത്തിന് ശേഷം വേറൊരാളും കൂടി വരും, വേറൊരു അമ്മയും കൂടി വരും. 2 അമ്മമാർ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അമ്മയ്ക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യും. അമ്മയായിട്ട് എന്തോ അടിയുണ്ടാവും.
കാരണം അമ്മ നോക്കുന്ന ഭാര്യക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ നോക്കുന്ന അമ്മക്ക് ഇഷ്ടപ്പെടും. ഞാനല്ലേ അവനെ പോറ്റിയത്, എനിക്ക് അവനെ നോക്കും ഇവിടെ എന്നാണ് പറയുന്നത്. ഇവര് തമ്മിൽ ഇനി ഇത് വേറെ സ്ഥലത്തും കൂടി വരും. 7 ചന്ദ്രൻ നിന്നാലും ചന്ദ്രൻ നിന്നാൽ മാതൃകാരകൻ ചന്ദ്രൻ 7 പോയാൽ അങ്ങനല്ല. 4-ാം ഭാവാധിപൻ 7 നിന്നാൽ വരുന്ന പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്. നാച്ചുറലി കാലപുരുഷന്റെ 4-ാം ഭാവാധിപൻ ആരാ? ചന്ദ്രനാണ് അല്ലേ? കർക്കിടമാണല്ലോ 4 എന്ന് പറയണേ അല്ലേ? കർക്കിടകം രാശിയാണ് 4 എന്ന് പറയണേ. കാര്യം മേട ഇടവം മിഥുനം കർക്കിടം അങ്ങനെയല്ലേ? അപ്പൊ ചന്ദ്രൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ 7 നിൽക്കുകയാണെങ്കിലും സെയിം ഇഷ്യൂ വരും. ചന്ദ്രൻ എന്ന അമ്മയാണ്, അമ്മയുടെ സ്വഭാവമാണ്. അപ്പൊ ചന്ദ്രൻ 7 നിൽക്കുകയാണെങ്കിൽ സ്പൗസിന് ആരുടെ സ്വഭാവം വരും? അമ്മയുടെ സ്വഭാവം വരും. അപ്പൊ വിവാഹത്തിന് ശേഷം പെട്ടെന്ന് മാറി താമസിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് ദിവസം പറയില്ലല്ലോ, കാണുമ്പോഴല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് സാറേ. അതായത് ഞാൻ പറയും, ഇന്നലെ വരെ ഞാനാണ് അവന് ചായ കൊണ്ടേ കൊടുത്തത്. ഇന്ന് ഇതെന്താ അറിയോ, സ്പൗസിന് അമ്മയുടെ സ്വഭാവം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സ്പൗസിന് അമ്മയുടെ സ്വഭാവം ഇല്ലെങ്കിൽ ഇയാളോട് ഇങ്ങനെ പെരുമാറില്ല. അതായത് അമ്മ പെരുമാറുന്ന പോലെ സ്പൗസ് പെരുമാറില്ല. കാര്യം അയാൾ വേണേ പോയി ചായ പിടിച്ചോട്ടെന്ന് വിചാരിക്കും, അമ്മക്ക് അപ്പോഴും ചായ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സ്പൗസ് പിറ്റേ ദിവസം മുതൽ ഇയാളുടെ എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കും. അത് ഇന്നലെ വരെ അമ്മ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ട് ഇയാളെ ലാളിച്ച് വഷളാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഭാര്യ ആ ധർമ്മത്തിലോട്ട് വരും. അപ്പൊ ഇന്നലെ വരെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മകന്റെ ചെയ്തു കൊടുക്കുന്നത് ശാരീരികമായി അധ്വാനമുള്ള കാര്യമാണ്, പക്ഷെ മാനസികമായി സന്തോഷം കൊടുക്കുന്ന കാര്യമായിരിക്കും. ശാരീരികമായ അധ്വാനമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറിക്കഴിയുമ്പോഴേ അവർക്ക് ആ അധ്വാനമൊക്കെ ഒരു സന്തോഷമോ, ആ സന്തോഷം മുഴുവൻ അങ്ങ് പോകും. പ്രധാന പ്രശ്നം അവനിപ്പോൾ എന്നോട് വർത്താനം പറയാൻ സമയമില്ല എന്നുള്ളതാണ്. ഇതെന്താണെന്നറിയോ, ഈ സ്ത്രീകൾക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതും പുരുഷന്മാർക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു ദിവസം പുരുഷൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്ര ലിമിറ്റഡ് ആയ വാക്കുകളാണ്. അതായത് എത്രയോ സംതിങ് ഒരു കണക്കുണ്ട്, 2000 എത്രയോ കണക്കുണ്ട്. അതേസമയം സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏകദേശം 6, 7, 8 ഇരട്ടിയാണ് വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത്, സംസാരിക്കാൻ കഴിയുന്നത്. ഇത് നിർബന്ധമായിട്ട് അവർ സംസാരിച്ചിരിക്കും, പുരുഷനായാലും സ്ത്രീ ആയാലും. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ജോലിക്ക് പോവുകയാണ്, തിരിച്ചു വരികയാണെങ്കിൽ ഓൾറെഡി അവൻ്റെ വാക്കുകളുടെ മേജർ ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, നമുക്ക് ഉപയോഗിക്കാൻ ശേഷി ഉണ്ടാവുള്ളൂ. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല, അവർ ഒരുപാട് വർത്തമാനം പറഞ്ഞാലും പിന്നെയും കിടക്കുക, വാക്കുകൾ ഒരുപാട് ഉപയോഗിക്കാനുണ്ട് അവർക്ക്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. സ്ത്രീയും പുരുഷനും കൂടി നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ പൊതുവിൽ സെൽഫിഷായിരിക്കും. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, അതിൽ അമ്മ കയറി ഇടപെടുന്ന പറഞ്ഞാൽ ഇഷ്ടപ്പെടും. രണ്ടുപേരും സ്ത്രീകളാണ്. പക്ഷെ ഭർത്താവ് അല്ലെ മകനും അല്ലെ അച്ഛനും ഒക്കെ ആണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജനറ്റിക്കാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എവോൾവ് ചെയ്യുമ്പോൾ പണ്ട് നമ്മളൊക്കെ വേട്ടക്കാരായിരുന്ന കാലത്തെ പുരുഷനാണ് വേട്ടയ്ക്ക് പോകുന്നത്. അവൻ വേട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവൻ ദിവസങ്ങളോളം ഇവരൊരു കൂട്ടമായിട്ട് മിണ്ടാതിരിക്കും. കാര്യം ഈ ഇരയെ നോക്കിക്കൊണ്ട് ഇവർ മിണ്ടില്ല, സംസാരിക്കില്ല. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും വല്ല ആംഗ്യങ്ങൾ മാത്രമായിരിക്കും. കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഇര ഓടിപ്പോകും. അപ്പോൾ ഇവർ വളരെ കുറച്ച് വാക്കുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് എത്രയോ വർഷങ്ങൾ മനുഷ്യൻ, ഞാൻ പറഞ്ഞ ആദിമ മനുഷ്യനാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ കപ്പാസിറ്റി ഒരു കുറവാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സ്ത്രീകൾ ആ സമയം വീടുകളിലാണ്, അവർ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം ആ സമൂഹത്തിന് മുഴുവൻ, അതായത് കുട്ടികളെ അടങ്ങുന്ന സമൂഹത്തിന് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യണ ഇവരാണ്. അതുകൊണ്ട് ഒരുപാട് വാക്കുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഇവർ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരും നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവമാണ് ഒരാൾ മിണ്ടാതിരിക്കുകയും മറ്റേയാൾ സംസാരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പുരുഷന് വാക്കുകൾ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഓഫീസിൽ കുറേ വാക്കുകൾ ഉപയോഗിച്ച് തിരിച്ചു വന്നാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ അമ്മയുടെ അടുത്ത് ചിലവാക്കും ആദ്യകാലങ്ങളിൽ. പക്ഷെ ഭാര്യയും കൂടി വന്നു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓക്കെ, അപ്പം നമുക്കൊന്നും പറയാനില്ലാതെയാവും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഡൈനിങ് ടേബിളിൽ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അമ്മയോ ഭാര്യ ഒരുപാട് സംസാരിക്കുമ്പോൾ പുരുഷന്റെ മറുപടി ശരി ഇതായിരിക്കും. അല്ലാതെ തിരിച്ച് അങ്ങനെ ഒരുപാട് സംസാരിക്കില്ല. കാര്യം ഒരുപാട് സംസാരിക്കാനുള്ള വന്നിരുന്നു. അവർക്ക് ഇല്ല, സാഹചര്യം ഇല്ല.
അങ്ങനെ ശീലിച്ചു പോയി. അത് ഒന്നും രണ്ടും വർഷങ്ങളല്ല, അത് എത്രയോ മനുഷ്യൻ ഒരു മൃഗതുല്യനായിട്ടിരുന്ന കാലങ്ങൾ തൊട്ട് എത്രയോ വർഷങ്ങൾ അത് നമ്മുടെ ജീനുകളിലുള്ളതാ. അത് പോകണമെങ്കിൽ കുറെ കാലം പിടിക്കും, കുറെ കാലം. അത് മാറണമെങ്കിൽ കുറെ കാലം പിടിക്കും. അത് ഈ ശരിക്കും സ്ത്രീയുടെയും പുരുഷന്റെ സൈക്കോളജി ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു പുരുഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പുരുഷൻ, നമ്മളിപ്പോൾ ഒരു 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 പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഹാളിലോ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുരുഷൻ അവിടെ കയറുമ്പോൾ തന്നെ ആദ്യം നോക്കണം അവിടുത്തെ ഡോറുകളാണ്, എക്സിറ്റാണ് നോക്കണത്. കാര്യം എന്താണെന്നറിയോ, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി ഇതുവഴി രക്ഷപ്പെടാമെന്ന് നോക്കണേ. അങ്ങനെയാണ് പുരുഷൻ നോക്കുന്നത്. അത് മാത്രമല്ല, ആ പുരുഷൻ സ്ത്രീ ആയിക്കോട്ടെ അവിടെ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഇമോഷൻസ്, അവിടെ തമ്മിൽ ആളുകളുടെ ബന്ധം, ഇതൊക്കെ മനസ്സിലാവും. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടി നിൽക്കുകയാണ്, ഒരു 5 പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് വിചാരിക്കുക. ഞാൻ ഇവരോട് സംസാരിക്കുമ്പോഴും എൻ്റെ സറൗണ്ടിങ്സിലായിരിക്കും എൻ്റെ ആദ്യത്തെ ശ്രദ്ധ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെ, അതായത് ഞാൻ അങ്ങനെയാണ്, ആ സെക്യൂരിറ്റി ഓറിയൻറ്റഡ് ആണ് എപ്പോഴും, എങ്ങനെ രക്ഷപ്പെടാം, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങനെയാണ്. പക്ഷേ സ്ത്രീ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വന്ന 5 പേരില്ലേ, നമ്മൾ ആ സിറ്റുവേഷൻ കഴിയുമ്പം നമ്മളുടെ ഭാര്യ നമ്മളോട് പറയും, ആ വന്നേരം അവനില്ലേ, അവന് ഇവളുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ പറഞ്ഞു കളയും. അല്ലെങ്കിൽ ഇയാൾക്ക് ഇവന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇയാൾ നമ്മളുടെ ബന്ധം ഇതാന്ന് പറയും. ഇവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവർക്കത് ഫീൽ ചെയ്യും, അവർക്കത് അറിയാൻ കഴിയും. ആരും മനുഷ്യൻ്റെ, നിങ്ങൾക്കറിയാവോ, നമുക്ക് നമ്മുടെ ഭാര്യയുടെ അടുത്ത് കളവ് പറയാൻ പറ്റില്ല, പറഞ്ഞ ആ നിമിഷം അവർ പിടിക്കും, ആ നിമിഷം പിടിക്കും. നിങ്ങൾക്ക് കല്യാണം കഴിക്കാത്തത് അറിയില്ല. മനസ്സിലായി? നമ്മളുടെ ഓഫീസുകളിൽ പലരും തമ്മിലുള്ള ബന്ധങ്ങൾ ആദ്യം മനസ്സിലാവുന്ന സ്ത്രീകൾക്കാ, പുരുഷന്മാർക്ക് മനസ്സിലാവില്ല. കാര്യം ആളുകൾ തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പുരുഷന് കഴിയില്ല. ആളുകൾ തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പുരുഷന് കഴിയില്ല. സ്ത്രീക്ക് വളരെ പെട്ടെന്ന് കഴിയും, വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ മനസ്സിലാക്കിയുള്ളത് വളരെ ഇങ്ങനെ പിടിക്കും അവർ. എന്താന്ന് നമ്മളിപ്പോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ വാക്കിൽ കയറി പിടിക്കും. പുരുഷന് അത്രയും കഴിവില്ല. അല്ല, ഇത് എല്ലാവരിലും അല്ല. ക്ഷമിക്കണം കേട്ടോ. അല്ല, ഒരു ക്വാളിറ്റിയാണ്. ഇത് നമ്മള് ജനറൽ ക്വാളിറ്റി പറയാണ്, ഒരു വ്യക്തിയെ പറ്റി അല്ല. അല്ലെ, അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ഇല്ല, അത് ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത്. എൻജോയ് ചെയ്യണല്ലേ. ഞാൻ പറയട്ടെ വേറെ കേസ്. ഇപ്പം നമ്മള് ഇപ്പൊ ആണുങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്, അത് സ്ട്രെയിറ്റ് വിഷനാ. കാര്യം എന്ന് വെച്ചാൽ വേട്ടയാടാൻ പോകുമ്പോൾ നമുക്ക് ആവശ്യം നേരെയുള്ള വിഷനാ. അപ്പോൾ അവർക്കൊരു എപ്പോഴും നേരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബയോളജിക്കലി മനുഷ്യന്റെ കണ്ണുകൾക്ക്, നമ്മുടെ പുരുഷന്റെ കണ്ണുകൾക്ക് നേരെയുള്ള വിഷനാണ് കൂടുതൽ. സ്ത്രീകളുടെ 180 ഡിഗ്രി വിഷനാണ്. മനസ്സിലായി? ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടം പറ്റുന്നത് പുരുഷന്മാർക്കാണ് കൂടുതൽ. കാര്യം അവർക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്ന വാഹനങ്ങൾ കാണണമെങ്കിൽ തിരിഞ്ഞ് ഇങ്ങനെ നോക്കണം. സ്ത്രീക്ക് വെറുതെ നിന്നാൽ മതി, അപ്പുറത്ത് കാണാൻ പറ്റും, 2 സൈഡും കാണാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും പുരുഷൻ നോക്കുന്നത് സ്ത്രീക്ക് മനസ്സിലാവും, അവൻ സ്റ്റെയർ ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ സ്ത്രീ നോക്കണ ഒരു പുരുഷനും മനസ്സിലാവാറില്ല. സ്ത്രീ നോക്കണ ഒരു പുരുഷനും മനസ്സിലാവില്ല. അവര് മൊത്തം നോക്കി അവിടെ പറഞ്ഞിട്ടുണ്ടാവും, കഥ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ ശ്രദ്ധിക്കണ പോലും ഇല്ല. നമ്മളെ സ്ത്രീകൾ പറയും അയാള് കണ്ടോ, അയാളുടെ നോട്ടം കണ്ടോ, ശരിയല്ല എന്ന് പറയും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നോട്ടം ശരിയല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അങ്ങനെ നേരെ നോക്കാനേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അയാളെ ആള് ശരിയല്ല പെട്ടെന്ന് പറയും. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളൊരാളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അതാണ് എൻ്റെ കാര്യം. ജാതകത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതാണ്. ക്ലാസ് എന്നൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. അപ്പം എന്താ, ജനറലി അതായത് വിദ്യയും ധനവും ഗൃഹ ലാഭ യോഗമുള്ള ആളുകളാണ്. കൂടാതെ മുറപ്പെണ്ണിനെ വിവാഹം ചെയ്യുക. 4-ാം ഭാവം അറിയാലോ, 4-ാം ഭാവം 7-ാം ഭാവം തമ്മിൽ ബന്ധമെന്ന് അങ്ങനെ സംഭവിക്കാം. പ്രേമവിവാഹത്തിന് യോഗം. പ്രേമവിവാഹം ഉണ്ടെങ്കിലും പലപ്പോഴും ചിലപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ സമയത്തുള്ള ബന്ധങ്ങളൊക്കെയാണ്. അങ്ങനെ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ്, പഠിക്കുന്നിടത്തുനിന്നുള്ള കണക്ഷനൊക്കെ വരാം. സന്തുഷ്ടമായ കുടുംബമായിരിക്കും, കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരിക്കും, ഓവറോൾ നല്ല പ്ലേസ്മെൻ്റ് ആണ്, ജനറലി ഹാപ്പിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള വീടായിരിക്കാം, നല്ല വാഹനം ഉണ്ടാകും, അവർ സ്വത്തുക്കൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇതാണ്, ഭാര്യയിൽ അമ്മയുടെ ഗുണം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മാരിറ്റൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് മാറി താമസിക്കാൻ ശ്രമിക്കുന്നത് രണ്ടും എങ്ങനെ വേണമെങ്കിലും ആവാം. എന്തായാലും
അമ്മ എഫക്റ്റ് ചെയ്യും. അമ്മ എഫക്റ്റ് ചെയ്യും. അമ്മ മേജർ ആളാകും ഫാമിലി ലൈഫ്, മാരിറ്റൽ ലൈഫിൽ മേജർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അമ്മയ്ക്ക് ഉണ്ടാവും. മാറി താമസിക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല ഫാമിലി ആയിട്ടോ വൈഫായിട്ടോ പാർട്ണർഷിപ്പിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. 7th ഹൗസ് പാർട്ണർഷിപ്പാണ്. പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതൊക്കെ പ്രോസ്പെറിറ്റി ഉണ്ടാവും. ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാകുന്ന വൈഫ് ഇമോഷണൽ സെക്യൂരിറ്റിനെ ഒരുപാട് സ്വാധീനിക്കും. ഓക്കെ, കാര്യം 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ പീസും ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. അപ്പം സ്പൗസിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഭാര്യ ഭർത്താവിൻ്റെ കയ്യിലാണ് ഇയാളുടെ മനസ്സമാധാനം ഇരിക്കുന്നത്. അവർ വിചാരിച്ചാൽ പെട്ടെന്ന് മനസ്സമാധാനം നശിപ്പിച്ച് അല്ലെങ്കിൽ നന്നാക്കി കൈ കൊടുക്കാൻ പറ്റും. വിവാഹത്തിന് ശേഷമായിരിക്കും പലപ്പോഴും പ്രോപ്പർട്ടിയൊക്കെ ചിലപ്പോൾ കിട്ടുന്നത്. 4th ഹൗസ് പറഞ്ഞ പ്രോപ്പർട്ടിയൊക്കെ ആണല്ലോ. അപ്പോൾ 7th ഹൗസിലാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഇവർക്ക് പ്രോപ്പർട്ടിയൊക്കെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ വിവാഹം കഴിക്കുന്നത് നല്ലതാണ് ഈ ഒരു വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യാം. വീടുമായി ബന്ധപ്പെട്ട, അതായത് 4 എന്ന് പറഞ്ഞാൽ വീടുകളാണ് അല്ലേ, ലാൻഡൊക്കെയാണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റിയൊരു യോഗമാണ്. പിന്നെ 7th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലും കൂടിയാണ് കേട്ടോ. 7th ഹൗസും 9th ഹൗസും ഒക്കെ ട്രാവലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ അങ്ങനെ മാറി താമസിക്കാനും പറ്റും. അപ്പം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മാറി താമസിക്കുക അങ്ങോട്ട്. അമ്മയും ഭാര്യയും ശത്രുക്കളാവും എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു അങ്ങനെയാണ്. അപ്പം അതിന് ഒറ്റ വഴി ഇതേ ഉള്ളൂ, മാറി താമസിക്കുക. അല്ലെങ്കിൽ നാട് വിട്ട് വിദേശത്തേക്ക് ഭാര്യയായിട്ട് പോവാം. പിന്നെ കാണപ്പെടുന്നില്ല ഉണ്ടാവും. ഓക്കെ, അടുത്തത് 4th ഹൗസിലോടിൻ 8th ഹൗസ്. 4ാം ഭാവാധിപൻ 8-ല്. എങ്ങനെ ഉണ്ടാവും പ്ലേസ്മെന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 4ാം ഭാവാധിപൻ 4, 8, 12 മോക്ഷഭാവങ്ങളാണ്. അത് അവസാനം പറയാം. ജനറലി പക്ഷേ ജനറലി ഈ പറഞ്ഞ പോലെയാണ്. 4ാം ഭാവത്തിന് 8 പോയി കഴിഞ്ഞാൽ അമ്മയുടെ ഹെൽത്ത് അല്ലേ, ഹെൽത്തൊക്കെ പ്രശ്നം വരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം സംഭവിക്കുന്നത് അല്ലേ. ജാതകന് ഏതെങ്കിലും തരത്തിൽ രോഗി ആകാം, സുഖം ഉണ്ടാവാതെ അസുഖമാവും, സുഖം മാറി അസുഖമായി. 8 എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് തന്നെ അങ്ങനെ വരാം. മൃത്യു തുല്യമായ കഷ്ടമാണ് 8 എന്ന് പറയുന്നത്. ഗുളികൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി മോശവും. ഗുളികൻ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും വേറെ പാപനോ എങ്ങനെയായാലും മതി. മനസ്സിലായി? മതി. എന്തെങ്കിലും അഫ്ലിക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയി. നല്ലൊരു അഫ്ലിക്ഷൻ കിട്ടിയാൽ മതി. ഓക്കെ, പക്ഷെ അതേപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിലോ, നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലാനറ്റിന്റെ ആസ്പെക്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറിയില്ലേ. ഇങ്ങനെ പറയാൻ പറ്റില്ല. എന്ത് പറ്റും? 4ാം ഭാവം 8 പോയി നിൽക്കുന്നു, പോസിറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? ഇൻഹെറിറ്റൻസ് ആയിട്ട് വീട് കിട്ടും. സാർ അങ്ങനെ ഇതാക്കല്ലോ സാറേ, നമ്മൾ പിന്നെ ഓരോന്ന് പ്ലാനറ്റ് എടുത്ത് പറയേണ്ടത്. 4ാം ഭാവത്തിന് 8 അല്ല, ശനി 8 ആയുസ് കൂടും. പക്ഷെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കില്ല. ശനി 8 എപ്പോൾ പോയാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. 8 ശനി എന്ന് പറഞ്ഞാൽ ആയുസ് കൂടുന്നുണ്ട് കാര്യമില്ല. രോഗമായിട്ട് കിടന്നിട്ട് ഒരു 10 കൊല്ലം കിടന്നിട്ട് വല്ല കാര്യമുണ്ട്. ആയുസ് കൂടുക പറഞ്ഞാൽ ശനി ദീർഘായുസ്. അപ്പോൾ ദീർഘായുസ് 8 നിന്നാൽ ദീർഘായുസ് ഉണ്ടാവും. ദീർഘായുസ് രോഗമില്ലാതെ ദീർഘായുസ് വേണം. രോഗിയായിട്ട് ദീർഘായുസ് ഉണ്ടായി എന്ത് ചെയ്യാൻ? സ്വക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ വലിയ ദോഷം പറയാൻ പാടില്ല. സ്വക്ഷേത്രമാണ് ദോഷം പറയാൻ പാടില്ല. റിക്കവർ എന്തായാലും ആവുമല്ലോ. ശനി ആണെങ്കിൽ അവരെ മെലിഫിക്കല്ലേ ശനി. 8 എന്ന് പറഞ്ഞ ദുസ്ഥാനമല്ലേ. ദുസ്ഥാനത്ത് പാപന്മാര് നിൽക്കുന്നത് എപ്പോഴും ആ സിറ്റുവേഷൻ ഈ പറഞ്ഞ മാതിരി രോഗമായിട്ട് കൂടുതൽ കിടക്കേണ്ടി ഒന്നും വരില്ല. നല്ല സ്വക്ഷേത്രമല്ലേ, ദീർഘായുസ് നന്നായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. എട്ടിലാണെങ്കിൽ ജാതകൻ ഏതെങ്കിലും തരത്തിൽ രോഗിയാവും. അമ്മയുടെ സുഖം, അമ്മ കൊണ്ടുള്ള സുഖം കുറയും. ഓക്കെ, അനേകം ശത്രുക്കൾ ഉണ്ടാകാം, കുടുംബത്തിൽ പല അനർത്ഥങ്ങൾ ഉണ്ടാകാം, ദുരന്തങ്ങൾ ഉണ്ടാകാം, ആത്മഹത്യകൾ മൂലം കുടുംബത്തിൽ മരണം ഉണ്ടാകും. 4 കുടുംബമാണ്. 8 എന്ന് പറഞ്ഞാൽ സൂയിസൈഡൊക്കെ 8 പറയുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എല്ലാം 8ആണ്. ഈ ജാതകന്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. എങ്ങനെ നോക്കിയാലും പരിതാപകരമായിരിക്കും, സംശയമില്ല കാര്യത്തിൽ. ചിലപ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മ നേരത്തെ വിയോഗം ഉണ്ടാകാം. അതങ്ങനെയാണ്. 4ാം ഭാവാധിപൻ 6, 8, 12 പോകുമ്പം
അമ്മയുടെ വിയോഗമൊക്കെ നേരത്തെ ഉണ്ടാകാനുള്ള സാധ്യത. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം അമ്മയൊക്കെ അല്ലേ, പോയാൽ തന്നെ പോയില്ലേ. അച്ഛൻ വേണമെങ്കിൽ നേരത്തെ, അച്ഛനും അമ്മയും നേരത്തെ നഷ്ടപ്പെടാം. പിന്നെ ബി വി രാമൻ സാറ് വേറൊരു കാര്യം പറയുന്നുണ്ട്, അതായത് ഇവർക്ക് ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആകാനോ അല്ലെങ്കിൽ സെക്സ് ലൈഫിൽ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കാനോ സാധ്യതയുണ്ട്. കാര്യം ഈ സുഖം മൊത്തം പോയി, വെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ 8th ആണ് നമ്മുടെ സെക്ഷൽ ലൈഫൊക്കെ പറയുന്നത്. അപ്പം ആ സുഖം നഷ്ടപ്പെടാനുള്ള സാധ്യത അല്ല, 8 ആണ് ഹിഡൻ ആയിട്ടുള്ള എല്ലാം. 7 സ്പൗസും ഒക്കെയാണ്, 8 ആണ് പക്ഷെ ഹിഡൻ ആയിട്ടുള്ളത്. 7 വെച്ചിട്ടാണ് 8 ആണ് സെക്ഷൽ പ്ലഷറൊക്കെ സീക്രട്ടീവ് ആയിട്ടുള്ള എല്ലാം. സെക്സ് സീക്രട്ട് അല്ലേ സാറേ? ഞാൻ സെക്സ് ആണ് പറഞ്ഞത്. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രമല്ലല്ലോ. അപ്പം അത് ഈ പറഞ്ഞ പോലെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം അത് 8നെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ അദ്ദേഹം പറയുന്നു. അതായത് ചിലപ്പോൾ ഇവർ ഇമ്പോർട്ടൻ്റ് ആകാം, അല്ലെങ്കിൽ സെക്സ് ലൈഫിന് ഇൻട്രസ്റ്റ് ഉണ്ടാവാതെ പോകാം. അതിനൊരു കാരണമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം ഭാവാധിപൻ 8ൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോക്ഷത്തിന്, അതായത് മനസ്സിലായോ, ഇവരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ വേറെയാണ്. അത് ഞാൻ പറയാം. അതാണ് ഒരു പ്രശ്നം. അതാണ് അതിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ശരിക്കും ഇവർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ലൈഫ് അല്ല ഇവർക്ക് പറ്റിയത്. മനസ്സിലായോ? ഇവരുടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വേറെയാണ്. കാര്യം എന്താ, 4ന്റെ 5 ആണ് 8 എന്ന് പറയുന്നത്. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്, 8ാം ഭാവം എന്ന് പറയുന്നത് മോക്ഷമാണ്, 5ാം ഭാവം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ ഒരു അലൈൻമെന്റ് ആണ്. 4ാം ഭാവാധിപൻ 8ൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സന്യാസ ലെവൽ. ശരിക്കും അതിനെയാണ് റെപ്രസെന്റ് ചെയ്യണേ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. മെറ്റീരിയൽ ലൈഫ് അത്ര സുഖകരമാവില്ല. ഓക്കെ, പ്രോപ്പർട്ടിയൊക്കെ നഷ്ടപ്പെടാം. അത് എങ്ങനെയും നഷ്ടപ്പെടാം. ഈ ചിലവർക്ക് വളരെ മെറ്റീരിയൽ ആളുകളാണെങ്കിൽ കേസും വഴക്കുമായിട്ട് നഷ്ടപ്പെടാം. അല്ലാത്തവനെ അത് ഉപേക്ഷിച്ചു പോകും. ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. അത് ശരിക്കും ആ ഡയറക്ഷനിലോട്ടാണ് പോകേണ്ടത്. ഇവരതൊക്കെ വിടുന്നതാണ് നല്ലത്. ഈ 4, 8, 12 ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മളധികം പിടിക്കാതിരിക്കണേ നല്ലത്. ഒന്നിലുവേ ആദ്യം ബന്ധം കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കണ്ടിന്യൂസ് സെർച്ചിലുള്ള ആളുകളായിരിക്കും. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എന്താണ് സെർച്ച് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റില്ല. കാര്യം 8 എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലം പോലെയാണ്. ശരിക്കും അതൊരു സ്പിരിച്വൽ സംഭവമാണ്, സീക്കിങ് ആണത്. അതാണ് അവർ ഉള്ളിൽ ഒരിക്കലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എന്തിനാണ് ഇവർ അന്വേഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അതാണ് കാര്യം. അവർ അറിയാത്തൊരു സാധനത്തിനാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ അഫ്ലിക്റ്റഡ് ആണ്. ഈ പറഞ്ഞാൽ വളരെ സീക്രട്ടീവ് ആവും, നെഗറ്റീവ് ആവും. ലോകത്തുള്ള സകല പ്രശ്നങ്ങളും ഇവർ തന്നെ ഉണ്ടായിക്കോളും. ചീറ്റിംഗ് ആയിരിക്കും, അങ്ങനെയല്ല, എല്ലാം സീക്രട്ടീവ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാകും. നല്ലതാണ് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് കിട്ടാം. പിന്നെ ഈ സീക്രട്ട് മറ്റേ ഈ CBI പോലെയുള്ള ജോലികൾക്കൊക്കെ പോകാം. അമ്മയായിട്ടുള്ള സുഖം കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് കാരണം 4ാം ഭാവത്തിൽ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം അഫ്ലിക്റ്റഡ് ആണെങ്കിൽ. ബേസിക്കലി ഒരു മോശം പ്ലേസ്മെന്റ് തന്നെയാണ്. പിന്നെ അമ്മ വേണമെങ്കിൽ 4, 5, 8 അല്ലേ, അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ കുട്ടികളെ കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ചിലപ്പം ഉണ്ടാകാം. അമ്മയ്ക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും രഹസ്യങ്ങൾ, ചിലപ്പോൾ അഡോപ്റ്റഡ് ചൈൽഡൊക്കെ ആണെങ്കിൽ അത് പറയത്തില്ല. അതുപോലെയുള്ള രഹസ്യങ്ങളൊക്കെ വേണമെങ്കിൽ സൂക്ഷിക്കാം. അങ്ങനെയുള്ള കുറേ, അതായത് 4ന്റെ 5ന്റെ 8ന്റെയും എന്തൊക്കെ വരുന്നോ അതൊക്കെ വരാം. ഇവർക്ക് ഇവരുടെ ഒരു ചെറുപ്പകാലമൊന്നും അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ വേദനകളൊന്നും, ഇവരുടെ സഫറിങ്സ് ഒന്നും അങ്ങനെ പങ്കുവയ്ക്കാനൊന്നും ഇവർക്ക് പറ്റത്തില്ല. അതൊക്കെ സീക്രട്ടായിട്ടിരിക്കും. കേൾക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ അതിങ്ങനെ ഇവർക്ക് അങ്ങനെ വളരെ സീക്രട്ടായിട്ട് ഉള്ളിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അവർക്ക്. ഇനി 4ാം ഭാവാധിപൻ 9ൽ പോയാലും അതൊരു നല്ല പ്ലേസ്മെന്റ് ആണ്. അതായത് കേന്ദ്രാധിപൻ ത്രികോണസ്ഥാനത്ത് പോയി. ഓക്കെ, നല്ല പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഭാഗ്യമുള്ള കുടുംബം 4, 9ലല്ലേ. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യം നമുക്കറിയാം. ഭാഗ്യമുള്ള കുടുംബം ദൈവികത്വം. 9 എന്ന് പറഞ്ഞാൽ റിലീജിയസ് ദൈവികത്വമൊക്കെയാണ്. ജനസമ്മതനായിരിക്കും. 4 എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയാണ്. 9 എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്, ആചാര്യനാണ്. സന്തോഷവും ധനപ്രാപ്തി ഉണ്ടാവും. ധനം എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്
ജൂപ്പിറ്റർ അല്ല സോറി 9ാം ഭാവത്തിനെയാണ്. നല്ല വിദ്യയുള്ളവനായിരിക്കും, കാര്യം 9 വിദ്യയാണ്, 4 വിദ്യയാണ്. 4 9 കൂടി കോമ്പിനേഷൻ വരുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും. PhD ഒക്കെ എടുക്കുന്ന കോമ്പിനേഷൻ ഇല്ലേ, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 4 9 4 9 കണക്ഷനാണ്. പിതാവിൽ ഭക്തിയുള്ള ആളായിരിക്കും, കാര്യം 9 അച്ഛനാണ്. അപ്പോൾ അച്ഛനുമായിട്ടാണ് അടുപ്പ് വിടുക. 4ാം ഭാവാധിപൻ 9 പോയപ്പോൾ അച്ഛനായിട്ട് അടുപ്പം. അമ്മയ്ക്ക് വേണം അച്ഛൻ്റെ സ്വഭാവം ഉണ്ടാകാം, അച്ഛനെ പോലെ പെരുമാറുന്ന അമ്മയാവാം വേണമെങ്കിൽ, കാര്യം 4 9 പോകുമ്പോൾ 9 അച്ഛനാണല്ലോ. അപ്പോൾ അമ്മയുടെ പെരുമാറ്റം ചിലപ്പോൾ അച്ഛൻ പെരുമാറുന്ന പോലെ ആയിരിക്കാം അമ്മ പെരുമാറുന്നത്. ആ ആയിരിക്കാം. അതിപ്പം 9ാം ഭാവത്തിൽ ആ 9 വ്യാഴം ശുക്രനും നല്ലതാണല്ലോ സാറേ. വ്യാഴം നിൽക്കണം നല്ലതാണ്, അത്ര വളരെ നല്ലതല്ല. ശുക്രൻ പക്ഷേ ഒരു ഡ്യുവാലിറ്റി ഉണ്ടാവും. ഇടവത്തില് വീനസ് ബലവാനല്ലേ, വ്യാഴത്തിന് അവിടെ ബലമില്ലല്ലോ. വ്യാഴത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ല, പക്ഷെ വീനസിന് ബലവാനാണ്. സ്വന്തം വീട് അത് 4ലാണോ? അതൊക്കെ 9 ഭൗതിക സുഖം ഉണ്ടാവും, ആത്മീയമായിട്ടൊക്കെ കുറച്ച് കുറവായിരിക്കും. ആത്മീയത കുറയും. ഒരു കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം, അയാൾക്ക് ഒരു കാലത്ത് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോൾ എവിടെ നിൽക്കണത്, ആരാണ് ബാധികത്വം ഒന്നും അറിയില്ല. എനിക്ക് ആകെ പറയാൻ പറ്റാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. കാര്യം ഏത് ഭാവാധിപനാണ്, എവിടെയാണ് പ്ലേസ്മെന്റ് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ശുക്രനും വ്യാഴവും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ, ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫാണല്ലോ, സ്പൗസ് ഒക്കെ ആണല്ലോ. വ്യാഴം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ഡിവോഴ്സ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. നടക്കണില്ല, എങ്ങനെ നടക്കും? അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കണേ നടക്കൂല. 9 വ്യാഴം അവിടെ നോക്കുമല്ലോ, 1 5 നോക്കുകയല്ലേ. പിന്നെ കാര്യം വ്യാഴം നിൽക്കുന്നിടത്ത് ഗുണം ചെയ്തില്ലെങ്കിലും നോക്കുന്നിടത്ത് ഗുണം ചെയ്യും, രക്ഷപ്പെടും. രണ്ടും 2 സ്വഭാവമാണ്. പക്ഷേ കാര്യം എന്താണെന്നറിയോ, വ്യാഴത്തിന്റെ സ്വഭാവത്തിൽ ശുക്രന്റെ സ്വഭാവം വ്യാഴത്തിന് എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ്, അതാണ് പ്രശ്നം. വ്യാഴത്തിന്റെ സമയം വരുമ്പോൾ ശുക്രന്റെ ഫലവും, ശുക്രന്റെ സമയം വരുമ്പോൾ വ്യാഴത്തിന്റെ ഫലവും ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത്. അതാണ് ഈ മനസ്സിലാവില്ല പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്. ഓക്കെ, ഭാഗ്യമുള്ള കുടുംബമായിരിക്കും, ദൈവികത്വം, ജനസമ്മതി, സന്തോഷവും ധനപ്രാപ്തിയും, നല്ല വിദ്യയുള്ളവനായിരിക്കും, പിതാവിൽ ഭക്തിയും ഭാഗ്യവാനുമായിരിക്കും, ആചാര്യന്മാരുള്ള കുടുംബമായിരിക്കും. ശരിയാണ്, 9 ആചാര്യന്മാരാണ്. ജാതകന് പുരാണ വിഷയങ്ങളിൽ അറിവുണ്ടാവും. കാര്യം 9 എന്ന് പറഞ്ഞ എല്ലാ പുരാണ വിഷയങ്ങളും എല്ലാം ആണ്. ജാതകൻ സഞ്ചാര യോഗമുള്ള ആളായിരിക്കും. കാര്യം 4 9 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവലാണ്. ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും ഇയാൾക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്, കംഫർട്ട് ആവുന്നത്, ഇമോഷണലി സ്റ്റേബിൾ ആവുന്നത് യാത്രയിലൂടെ. തീർത്ഥയാത്രയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. കാര്യം 9 എന്ന് പറഞ്ഞാൽ വെറും യാത്രയല്ല, തീർത്ഥയാത്രയാണെങ്കിൽ ഉത്തമമായി. ഓക്കെ, നല്ലൊരു വളരെ ഭാഗ്യമുള്ള ഒരു കോമ്പിനേഷനാണ്. ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടൊരു നല്ല കോമ്പിനേഷനാണ്. പ്രോപ്പർട്ടി കിട്ടാൻ, നല്ല അച്ഛൻ്റെ സ്വത്തും കിട്ടാനുള്ള. 9 എന്ന് പറഞ്ഞാൽ അച്ഛനല്ലേ, 4 എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി. അച്ഛൻ വഴി ധനം കിട്ടും, പിന്നെ ഗുരുക്കന്മാർ വഴി സുഖം കിട്ടും. അതേപോലെ തന്നെ ധർമ്മം ആചരിക്കുന്നത് വഴിയും സുഖം കിട്ടും. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാവുന്ന ഒരാളാണ് മറ്റുള്ളവരെ. കാര്യം 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലറാണ്, അല്ലെങ്കിൽ ഒരു പ്രീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്, 9 എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല കോമ്പിനേഷനാണ്. ഹയർ എഡ്യൂക്കേഷൻ, PhD പോലുള്ള എഡ്യൂക്കേഷനൊക്കെ പോവാം. 4ന്റെ 6 ആണ് 9 ആണല്ലോ. 6 എന്ന് പറഞ്ഞാൽ മത്സരമാണ്, യുദ്ധമാണ്. അപ്പോൾ ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. 6 എന്ന് പറഞ്ഞാൽ റുട്ടീനാണ്. 4 9 നിൽക്കുകയാണെങ്കിൽ ഇവർക്കൊരു റുട്ടീൻ ഉണ്ടാവണം. എന്താണെന്നറിയോ, എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരണം ജീവിതത്തിൽ റുട്ടീനായിട്ട്. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ഗുണമേ ചെയ്യുള്ളൂ, അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ പോകും. 4 9 നിൽക്കും. കാര്യം 4ന്റെ 6 ആണ് 9. 6 എന്ന് പറഞ്ഞാൽ റുട്ടീനല്ലേ. സർവീസ് ചെയ്യണവർ എവിടാ, ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ സർവീസ് ചെയ്യണം. കാര്യം 6നെയും കൂടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് പോകണമല്ലോ. ഇവർക്ക് ഈ പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ പറ്റും. ആ കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടാവും, സോൾവർ ചെയ്യാനുള്ള. 6 എന്ന് പറഞ്ഞാൽ സോൾവിങ് കപ്പാസിറ്റിയാണ്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, സർവ്വജനസമ്മതനായൊരു ഫിഗറാണ്. വളരെ സ്പിരിച്വലായ ആളാണ്, വളരെ നോളജ് ഉള്ള ഒരാളാണ്. ഗുരുക്കന്മാരോടും ഈശ്വരന്മാരോടൊക്കെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്.
ഓക്കെ. 4 എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ആണ്. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. യാത്ര ചെയ്യുന്നതാണ് ഇവർക്ക് ഇമോഷണൽ ഹാപ്പിനെസ്സിന് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ 4-9 കാരണവും വീട്ടിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നത് ഇവർക്കും നല്ലതാണ് അല്ലേ സാറേ? 9 അറിയാലോ, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവർക്കും അത് ശുഭമാണ്. 4-ാം ഭാവാധിപൻ 9 നിൽക്കുന്നു. ജനിച്ച വീട് വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന ഇവർക്കും വളരെ നല്ലതാണ്. ഇനി 4-ാം ഭാവാധിപൻ 10. 4-ാം ഭാവാധിപൻ 10 നിൽക്കുമ്പോൾ എങ്ങോട്ട് നോക്കും? 4ലേക്ക് നോക്കും. നല്ലൊരു പ്ലേസ്മെൻ്റ് അല്ലേ? നല്ലൊരു പ്ലേസ്മെൻ്റാണ്. 4ൻ്റെ 7 10 എന്ന് പറയുന്നത്. ഓവറോൾ നല്ല പ്ലേസ്മെൻറ്റാണ്. 4ൻ്റെ തന്നെ ഒരു കേന്ദ്രസ്ഥാനത്ത് 7 നിൽക്കുന്നു. ലഗ്നത്തിൻ്റെയും 10 എന്ന് പറഞ്ഞ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് പ്ലേസ്മെൻ്റ് ആണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചത് തന്നെ 4-ാം അങ്ങനെ അതിനുള്ള 4ഉം 10ഉം തമ്മിൽ കണക്ഷനായി. 4-ാം ഭാഗ്യം 10 പോയി നിന്നു. സൽക്കർമ്മം ചെയ്യാൻ യോഗമുണ്ട്. പാരമ്പര്യമായ തൊഴിൽ ചെയ്യാൻ യോഗം. കാര്യം 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ്, 10 എന്ന് പറഞ്ഞാൽ തൊഴിലാണ്. കുടുംബം നിന്ന് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പം കുടുംബം ചെയ്തുകൊണ്ട് വന്നിരുന്ന തൊഴിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കുടുംബ സംബന്ധമായ വ്യവസായം ചെയ്യാൻ പറ്റും. വ്യവസായം എന്ന് പറയാൻ കാര്യം എന്താ? 4ൻ്റെ 7 10 എന്ന് പറയുന്നത്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം കുടുംബപരമായ വ്യവസായങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെൻറ് വഴി, സർക്കാർ വഴി നേട്ടം കിട്ടാം, അല്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടാം. കാര്യം 10 ഇതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. 10 ഗവൺമെൻറ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ 10 റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ 4 പറഞ്ഞ പോലെ 10 നിൽക്കുമ്പോൾ സർക്കാർ വഴി നേട്ടങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു പ്ലേസ്മെൻ്റ് ആണ്. നല്ല സുഖജീവിതം നയിക്കുന്ന ആളാണ്. എല്ലാം കൊണ്ടും സുഖം. സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടും. നല്ല വീടായിരിക്കും, പ്രൗഢിയുള്ള വീടായിരിക്കും, നല്ല വാഹനമായിരിക്കും, പഠിച്ച ജോലി തന്നെ കിട്ടും. ഇവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വർക്കിലോട്ട് പോകുന്ന പറയാറ്. സാർ ഇവരുടെ കംഫർട്ട് സോൺ ഭേദിക്കും അത്രേ. കംഫർട്ട് സോൺ ഭേദിച്ചിട്ട്, കാര്യം നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ഈ മോട്ടിവേഷൻ ടോക്കിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നമ്മുടെ കംഫർട്ട് സോൺ ഭേദിക്കുമ്പോഴാണ് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ കംഫർട്ട് സോൺ ഭേദിച്ചിട്ട് ഇവരുടെ കരിയർ വളരെ സക്സസ് ആവുമെന്ന് പറയണം. അതിന് പറയാനുള്ളൊരു കാര്യം 4ൻ്റെ 7 10. 7 എന്ന് പറഞ്ഞാൽ മരകൻ്റെ സ്വഭാവം കൂടിയുണ്ട്. അപ്പോൾ ഇവർക്കത് ഭേദിക്കാൻ പറ്റുമെന്ന് പറയും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. ഈ 4-ാം ഭാവം 10 പോയാൽ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ പറ്റും. പിന്നെ മാതാവിൻ്റെയൊക്കെ കർമ്മമില്ലേ, കർമ്മം അമ്മയൊക്കെ പോയി അവരുടെയൊക്കെ കർമ്മം ചെയ്യാനുള്ള യോഗം ഉണ്ടാവും. ചില ആൾക്കാർ രാവിലെ മുതൽക്ക് രാത്രി വരെ അമ്മയെ നോക്കിയിരുന്നിട്ട് ആൾ പുറത്തു പോയ സമയത്തായിരിക്കും അമ്മയുടെ ജീവിതം. അപ്പം അമ്മയുടെ കാര്യത്തിലും അമ്മയുടെ കർമ്മത്തിലും അമ്മയുടെ എല്ലാം കുടുംബത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊരു വലിയ ഭാഗ്യമാണില്ലേ. നമ്മളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ കുടുംബപരമായ ആൾക്കാരുടെ കർമ്മം ചെയ്യാനുള്ളൊരു യോഗം അതൊരു വലിയ പ്രാധാന്യമുള്ളതാണ് ഇല്ലേ. അതിനുള്ള യോഗം 4ഉം 10ഉം കൊടുത്താൽ ശരിയല്ലേ? സാറ് പറഞ്ഞത് കറക്റ്റാണ്. കാര്യം എന്താ പറയുക, ഇവർക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എങ്ങനെയാണെന്ന് അറിയുമോ? ഇവരുടെ ഫാമിലി ഇവരെ എന്താ പറയുക അംഗീകരിക്കുമ്പോഴാണ്. ഇവർ ചെയ്യുന്ന ജോലി മുഴുവൻ ഫാമിലിയുടെ റെക്കഗ്നൈസേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഇവർ പണിയെടുക്കുന്നത് മുഴുവൻ ഫാമിലിക്ക് വേണ്ടിയാണ്. ശരിക്കും സ്കേറ്റ് ഗോട്ടായിട്ടാണ് നമ്മൾ പറയണത്. അതായത് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളായിരിക്കും ഇവർ. കാര്യം ഇവർക്ക് ഒരു ഇമോഷണൽ വാലിഡേഷൻ വേണം, ഇമോഷണൽ ഹാപ്പിനെസ് വേണം. അത് ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? അത് ഇവരുടെ ഫാമിലിക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇവരുണ്ടാക്കുന്നത് എവിടുന്നാ? ഈ 10 നിന്നാണ്, ഈ കരിയർ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരുടെ കരിയർ മുഴുവൻ, ഇവരുടെ അധ്വാനം മുഴുവൻ, ഇവരുടെ കർമ്മം മുഴുവൻ ഇവർ ചെയ്യുന്നത് ഇവരുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. ആണ് സാറ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ അധ്വാനിച്ചു തുടങ്ങാമെന്നും പറയുന്നത്. 4-9 പോയാലും പബ്ലിക്കാണ്. 4-9 പോയാലും പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന ആളായിരിക്കും അല്ലേ. 4-10 സാറേ? അല്ല, 4 നേരത്തെ 9 10 കുടുംബത്തിന്റെ കാര്യം, 9 പബ്ലിക്കിന്റെ റെക്കഗ്നേഷൻ. അങ്ങനെയാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ ഇവരുടെ വീട്ടിലെ കാര്യം നാട്ടിൽ പെട്ടെന്ന് അറിയും. കാര്യം 4 എന്ന് പറഞ്ഞാൽ വീടാണ്, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിമാണ്. മനസ്സിലായോ? അപ്പം വീട്ടിലെ കാര്യമൊക്കെ പെട്ടെന്ന് നാട്ടിലറിയും. രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കേണ്ട അതുകൊണ്ട് വീട്ടിൽ. ഓക്കെ. 4ഉം 10ഉം തമ്മിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. 4ഉം 10ഉം. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. അതുകൊണ്ടാണ് 4 ആർക്ക് കൊടുത്തത്? മൂണിന് കൊടുത്തത്, കർക്കിടക രാശിയായത്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനാണ്. അതുകൊണ്ടാണ് ശനിയുടെ രാശിയാണ്. ശനിയാണല്ലോ വർക്കിനെ റെപ്രസെൻ്റ് ചെയ്യണം.
4 സ്റ്റേബിൾ ആവണം എപ്പോഴും, എന്നാലേ കരിയർ സ്റ്റേബിൾ ആവും. ഓക്കെ, ഈ 4 ഞാൻ ഒരിക്കലും എൻ്റെ ആലോചനയിൽ ഉണ്ടായതാണ്. അത് മൂൺ ആണല്ലോ 4ൻ്റെ ആളെന്ന് പറയുന്നത്. മൂന്ന് റെപ്രസെൻറ്റ് ചെയ്യണത് നമ്മൾ കൃഷ്ണനെ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. കൃഷ്ണനെ കൊണ്ടാണ് മൂണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഭഗവത്ഗീതയുടെ മൊത്തം സംഭവം എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന് കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല. കർമ്മം ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് കൃഷ്ണനാണ്. അത് ചന്ദ്രനാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ചന്ദ്രനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ നമ്മൾ ചന്ദ്രനെ കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂണിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ മനസ്ഥിതിയാണ് അർജുനനെ കൊണ്ട് ഈ വർക്ക് മുഴുവൻ, കർമ്മം മുഴുവൻ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് 4th സ്റ്റേബിൾ ആയില്ലെങ്കിൽ കർമ്മത്തിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. 4-11 പോയി. അതെങ്ങനെയായിരിക്കും പ്ലേസ്മെൻറ്റ്? നല്ല പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇയാൾ സ്വപ്രയത്നത്താൽ ഉണ്ടാക്കിയ ധനത്തോടു കൂടിയവനായിരിക്കും, പിതൃഭക്തിയുള്ള ആളായിരിക്കും, ആരോഗ്യവും ധനവും ദീർഘായുസ്സും ഉള്ളവനായിരിക്കും, ധർമ്മിഷ്ഠനായിരിക്കും. ഇയാൾക്കൊരു മനസമാധാനത്തിനൊരു ബുദ്ധിമുട്ട് വരാൻ കാരണം ചിലപ്പോൾ ഇയാൾ ഓവർ ആയിട്ടുള്ള ഡിസയറുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം. കാര്യം 11 ഭാവം. 11 പറഞ്ഞാൽ നമ്മുടെ ഡിസയറുകളാണ്, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ നേട്ടങ്ങളാണ്. അപ്പോൾ കൂടുതൽ എന്താ പറയുക, ആഗ്രഹങ്ങൾ കൂടിക്കഴിഞ്ഞാൽ മനസമാധാനത്തിന് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, ഒരുപാട് നേട്ടങ്ങൾ. അതും പലതും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളായിരിക്കും. കാര്യം 4ൻ്റെ 8 11. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങളൊക്കെ ആയിരിക്കും ലൈഫിൽ വരുന്നത്. വന്നുകൊണ്ടിരിക്കും. അത് ഇൻഹെറിറ്റൻസ് ഒക്കെ ആയിട്ടേ ഒരുപാട് സമ്പത്തുകളൊക്കെ ഇവർക്ക് വന്ന് ചേരും ഇവർക്ക്. അപ്പോൾ ഇവരിടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഡിസയറിൻ്റെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ മനസ്സിനൊരു ബുദ്ധിമുട്ടാവും. ഒരുപാട് സീക്രട്ടീവ് ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. കാര്യം 8th ആയതുകൊണ്ട് അതും വലിയ സർക്കിളായിരിക്കും. 11 ആയതുകൊണ്ട് ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, ഭയങ്കര വലിയ സോഷ്യൽ സർക്കിളായിരിക്കും ഇവർക്ക്. മൊത്തത്തിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരുപാട് ധനം സമ്പാദിക്കുന്ന ഒരാളായിരിക്കും 4-11 പോയാൽ. എല്ലാത്തിൽ നിന്നും ധനം ഉണ്ടാക്കാം. റിയൽ എസ്റ്റേറ്റ്, അതായത് 4ൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ധനം ഉണ്ടാക്കാം. റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, പിന്നെന്താ, വാഹനങ്ങൾ, അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. മൂത്ത സഹോദരങ്ങൾ, നമ്മളുടെ എൽഡർ ആയിട്ടുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ എൽഡർ ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. കാര്യം 11 എന്ന് പറഞ്ഞാൽ അവരാണ്. അവർ വഴിയും ഒരുപാട് നേട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിലുണ്ടാകും. അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സുഖം നൽകാൻ കഴിയും. നമ്മളെ 11 എന്ന് പറഞ്ഞാൽ എൽഡേഴ്സാണ്, നമ്മളെക്കാട്ടിലും മൂത്തവരാണ്. അപ്പോൾ ആ മൂത്തവരെത്തുന്നതുകൊണ്ട് നമുക്ക് ആനുകൂല്യങ്ങൾ, ദൈവാധീനം ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവരുടെ ഹാപ്പിനെസ് മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ സോഷ്യൽ സർക്കിളിനെ ആയിരിക്കും. 11 ആയിരിക്കും കേട്ടോ. എങ്ങനെയാണ് ഇവരുടെ സോഷ്യൽ സർക്കിൾ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട് സർക്കിൾ എന്നുള്ളതാണ് ഇവരുടെ ഹാപ്പിനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പൊളിറ്റീഷ്യൻസ് കൂടുതൽ എനിക്ക് 5ൻ്റെയാണ്. 5ആണ് ഇത് വരുന്നത്. ഇതെന്ന് പറഞ്ഞൊരു സോഷ്യൽ, അതായത് ഇങ്ങനെ എങ്ങനെയാണ് പറയാ, അതിന് ക്ലബ്സും സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ആ സാധനമാണ്. പൊളിറ്റീഷ്യൻസ് അല്ല, ഇത് ഈ പറഞ്ഞ സാധനമാണ്. അതുപോലത്തെ സംഭവങ്ങളില്ലേ, അതാണ്. ഇനിയോ, ഇനി 4th ഹൗസിലോട് 12th ഹൗസിൽ കടാ കറക്റ്റ് സമയമായപ്പോഴാണ് 4th ഹൗസിലോട് 12th ഹൗസിൽ. ഇതെങ്ങനെയായിരിക്കും കോമ്പിനേഷൻ? ജനറലി പതുക്കം കുടുംബം വിട്ട് താമസിക്കുക ആദ്യം അല്ലേ. 4ാം ഭാവാധിപൻ 12 പോയി. 12 വിദേശം, 4 നമ്മുടെ വീടാണ്. അപ്പൊ തന്നെ നമ്മൾ ജനിച്ച സ്ഥലം വിട്ടുപോയി. 12 പോയില്ലേ. ഇനി വീട് വെച്ചാൽ എവിടെ കൊണ്ടുപോയി വെക്കും? വിദേശത്ത് കൊണ്ടുപോയി വെക്കും അല്ലേ. വീട് വെക്കുന്നതിന് കാശ് വല്ലതും ചിലവാകുമോ? സാധാരണയേക്കാൾ കൂടുതൽ നല്ല ചിലവ്, ഭയങ്കര ചിലവായിരിക്കും. എന്താ അങ്ങനെ സ്വന്തം പ്ലേസ്മെന്റ് നമുക്ക്. ഓക്കെ, ജനറൽ പറയണ കേട്ടോ. അനാഥൻ. കാര്യം എന്താ? 4ാം ഭാവത്തിൽ 12 പോയി. എല്ലാ കംഫർട്ട് സോണും പോയി. അച്ഛനും അമ്മയാണ് മെയിൻ. 12 പോയില്ലേ.
ലോസായി. അന്യദേശവാസി സ്വന്തം വീട് വിട്ട് 12 പോയി, 12 വിദേശമായി. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾ 12 എന്ന് പറഞ്ഞാൽ എല്ലാം പോയി, എല്ലാം ഒന്നുമില്ല. കുടുംബമഹിമ ഇല്ലാത്ത ആൾ കാര്യം 4 12 പോയി. എല്ലാവിധ സന്തോഷങ്ങളിൽ നിന്നും എല്ലാവിധ പ്രോപ്പർട്ടീസ് വസ്തുവകകളിൽ നിന്നും ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ വിട്ടുപോയി, എല്ലാം പുള്ളിക്ക് നഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏർലി ഡെത്ത് ഓഫ് മദർ ചിലപ്പോൾ സംഭവിക്കാം. സാമ്പത്തിക സ്ഥിതി വളരെ മോശം, വളരെ മിസറബിൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് ജാതകർ ഉണ്ടാവുക. 4th ഹൗസിലോട് 12th ഹൗസിൽ. വീട് വയ്ക്കാനും വാഹനത്തിനൊക്കെ ഒരുപാട് പണമൊക്കെ ചിലവാക്കി വീട് പോകും. 4-ാം ഭാവം 12 ചിലപ്പോൾ വീട് തന്നെ നഷ്ടപ്പെടാം. ഓക്കെ, ചിലപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കാം വീട് ഉണ്ടാക്കാനായിട്ട്. പിന്നെ വീട് ഉണ്ടാക്കിയാലും നല്ല ഹെവി ലോണൊക്കെ എടുത്തായിരിക്കും വീട് ഉണ്ടാക്കുന്നത്. കാര്യം 30 ലക്ഷം രൂപയുടെ വീട് 30 ലക്ഷം രൂപയുടെ വീട് ഉണ്ടാക്കണമെങ്കിൽ ഇയാൾക്ക് 60 ലക്ഷം രൂപ വേണം. കാര്യം 4-12 നിൽക്കുന്നതാണ്. കാര്യം ഒരുപാട് എക്സ്പെൻസ്. പക്ഷെ എന്തായാലും വീട് വിട്ട് താമസിക്കാനുള്ള യോഗം കൊണ്ട് വീട് താമസിച്ചാൽ രക്ഷപ്പെടുകയും ചെയ്യും. വീട്ടിൽ തന്നെയാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലേ? 4-ാം ഭാവം 12 ഒരാളെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. വീട് ഉറപ്പാണത്. വീടും താടും വിട്ട് വേറെ സ്ഥലത്ത് പോയാൽ രക്ഷപ്പെടും. ചിലവൊക്കെ പക്ഷെ ഉണ്ടാവും കേട്ടോ. വിദേശത്ത് വീട് അങ്ങനെയൊക്കെ ഉണ്ടാവും. വീടുണ്ടാകുമ്പോൾ വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവരും ഈ ശരി, ഇവർക്ക് ട്രാവലിങ്ങിൽ ഇവർക്ക് സുഖം കിട്ടുമോ? സുഖം, ഇമോഷണൽ ഹാപ്പിനെസ് ട്രാവലിങ്ങിന് കിട്ടും. കാര്യം 4-ന്റെ 9 ആണ് 12 എന്ന് പറയുന്നത്. 9 വിദേശമായി, 12 വിദേശമായി. ഓക്കെ, യാത്രകളും 9 ആണ് 12. യാത്ര കൊണ്ട് സുഖം ഉണ്ടാവും. യാത്ര ഐസൊലേഷൻ കൊണ്ട് ഇവർക്ക് സുഖം കിട്ടുമോ? സുഖം കിട്ടും ഇവർക്ക്. 4-12 പോയി കഴിഞ്ഞാൽ ഇവർ ഐസൊലേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇവർക്ക് സുഖം കിട്ടുന്ന അതിലാണ്. ഹോസ്പിറ്റലും ജയിലിലും പോയി കിടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കുന്നത്? 4-ാം ഭാവാധിപൻ 12 പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ജയിലോ ഹോസ്പിറ്റലോ നമുക്ക് വീടാക്കാം. വെറുതെ എന്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പിരിച്വലായിട്ട് വളരെ വലിയ തോട്ട്സ് ഉള്ള ആളുകളായിരിക്കും. ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശമാണ്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള വശമാണ് നമ്മൾ പറഞ്ഞത്. വീട് പോയി, അമ്മ പോയി, അനാഥനായി എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ദേ ആർ സ്പിരിച്വാലിറ്റിയിലാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. 12 മുഴുവൻ സ്പിരിച്വാലിറ്റിനെ റെപ്രസെന്റ് മോക്ഷം ആത്മീയതയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ. അതെ, ഇവർക്ക് ഈ പറഞ്ഞ പോലെ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പ്രീച്ചറും കൂടിയാണ്. അതായത് 9-ന് ഈ പറയുന്ന പോലെ കൗൺസിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, 9-ന് സംസാരിക്കാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ 4-ാം ഭാവാധിപൻ 12 നിൽക്കുക. അതായത് 4-ന്റെ 9 ആണ് 12 എന്ന് പറയുന്നത്. 12 എന്ന് പറഞ്ഞാൽ മോക്ഷം, സ്പിരിച്വാലിറ്റി, എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവും. ഇവർക്ക് ഇവരുടേതായ ഒരു ഫിലോസഫി ഉണ്ടാക്കാൻ പറ്റും. ഇവരുടേതായ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ഇവർക്കുള്ളതാണ്. ഒരു ദർശന ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്നൊരു കോമ്പിനേഷനാണ്. സ്വന്തമായിട്ട് ഒരു ഫിലോസഫി ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ ബേസിക്കലി ഒരു മോശം പ്ലേസ്മെൻ്റ് ആണ്, പക്ഷേ അതിനൊരുപാട് നല്ല ഗുണങ്ങളുണ്ട്. എങ്ങനെ സ്പിരിച്വലി. കാര്യം 4 എന്ന് പറഞ്ഞാൽ മോക്ഷത്തിൻ്റെ സ്ഥലമാണ്, 12 എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്, 9 എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ഓക്കെ, അപ്പോൾ 3 സമയങ്ങളിലാണ് സ്പിരിച്വാലിറ്റിനെ ഹെൽപ്പ് ചെയ്യണത്. എന്ത്? ഒന്ന്, 4-ാം ഭാവാധിപൻ അറിയാലോ മോക്ഷത്തിൻ്റെ ആളാണ്. എവിടെ നിൽക്കുമ്പോൾ? 4-ൽ തന്നെ നിൽക്കുമ്പോൾ. 4 മോക്ഷമാണ്. 4-ന്റെ 1 അല്ലേ? അത് ധർമ്മമാണ്. ഇനി 4-ാം ഭാവാധിപൻ 8 നിൽക്കുമ്പോൾ, 4 ഈ പറഞ്ഞ പോലെ തന്നെ മോക്ഷം തന്നെയാണ്. 8 മോക്ഷമാണ്. 4-ന്റെ 5 8 എന്ന് പറയുന്നത് അല്ലേ? കിട്ടിയില്ലല്ലോ 4 ശരിയല്ലേ? അവിടെയും ധർമ്മമാണ് സപ്പോർട്ട് ചെയ്യണം. ഇനി 4-ാം ഭാവാധിപൻ 12 നിൽക്കുമ്പോൾ, ഈ 12 മോക്ഷമാണ്, 4 മോക്ഷമാണ്. 4-ന്റെ 9 12 എന്ന് പറയുന്നത്. 9 എന്താ? ധർമ്മമാണ്.
അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ 4 നിൽക്കണമെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ 4-ാം ഭാവത്തിന് 8-ലോ 12-ലോ പോവുകയാണെങ്കിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അവർ ഏറ്റവും ബെറ്റർ സ്പിരിച്വാലിറ്റി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതാണ് നല്ലത്. കാര്യം 8 എന്ന് പറഞ്ഞാൽ എന്താ, ഒക്കൾട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 8. അപ്പോൾ ഒക്കൾട്ടായിട്ടുള്ള കാര്യങ്ങളിൽ അവരവരുടെ ശ്രദ്ധ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, 4-ാം ഭാവത്തിന് 8-ലാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒക്കൾട്ടായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചേരും. അതവരെ മോക്ഷത്തിലോട്ട് അല്ലെങ്കിൽ എന്താണോ പറയുന്നത് നമ്മൾ അതിലോട്ട് കൊണ്ടുപോകും. 4-ാം ഭാവാധിപൻ 12-ലാണെങ്കിൽ അവർക്ക് നല്ലത് എന്താ, അവർക്ക് സ്പിരിച്വാലിറ്റി നല്ലത്. അതായത് ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. 8-ന്റെ സ്വഭാവം 12-ന്റെ സ്വഭാവം തമ്മിൽ വ്യത്യാസമുണ്ട്, അറിയാലോ. 8 എന്ന് പറഞ്ഞാൽ ഏറ്റവും നിഗൂഢമായിട്ടുള്ള വിദ്യകളൊക്കെയാണ് 8 എന്ന് പറയുന്നത്. 12 എന്ന് പറഞ്ഞാൽ ആ നിഗൂഢ വിദ്യകളല്ല, കൂടുതലും ഐസൊലേഷനും സ്പിരിച്വാലിറ്റി ആ ഒരു സൈഡാണ്. ഒന്ന് തന്ത്രവിദ്യ ആണെങ്കിൽ മറ്റേത് അങ്ങനെയല്ല, മറ്റേത് ഏകാന്ത ധ്യാനമൊക്കെയാണ്. അപ്പോൾ 12 അവർ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും മലയുടെ മേളിലിരിക്കുന്നതൊക്കെയാണ് അവർക്ക് നല്ലത്. കാര്യം അത് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കും, മെൻ്റൽ പീസ് ഉണ്ടാക്കും, സുഖം ഉണ്ടാക്കും. 4-12-ലുള്ള ആൾക്ക് ഒരാൾക്കും വീട്ടിലിരുന്ന സുഖം കിട്ടില്ല. 4-12-ലുള്ള ആൾ വീട്ടിലിരുന്ന അയാൾ കംഫർട്ട് അനുഭവിക്കുകയില്ല. അയാൾ എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കി എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് അയാൾക്ക് നല്ലത്. ആ 6 പ്രാവശ്യം ഭയങ്കര സുഖമാണ്. ഒറ്റയ്ക്ക് ഏതെങ്കിലും മലയുടെ അടുത്ത് 4-ാം ഭാവത്തിൽ 12-ൽ പോയ വളരെ പ്രഗത്ഭനായ സന്യാസിമാരുണ്ട്. ലോകം അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. ലോകം അറിയപ്പെടുന്ന 4-ാം ഭാവത്തിൽ 12 ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് പേര് പറയണില്ല. എന്തായാലും ഇതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം 4-ാം ഭാവാധിപൻ വ്യാഴമാവുകയും 12-ൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ വളരെ പോസിറ്റീവായിട്ടുള്ള പോക്കായിരിക്കും പോണത്. മനസ്സിലായി? വ്യാഴത്തിൻ്റെതായിട്ടുള്ള ധാർമ്മികതയും ആ റിലീജിയസും ആ ഒരു പൂജയും അതും ഇതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ വ്യാഴം റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ ഹേർഡിൽസ് ഒന്നും ഉണ്ടാവില്ല. അവർ വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും ആ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ 4-ാം ഭാവാധിപൻ സാറ്റേൺ ആണെങ്കിലോ, ശുക്രൻ ശാസ്ത്രജ്ഞാനമാണ്. 4-ാം ഭാവാധിപൻ സാറ്റേൺ ആണ്. നമ്മൾ ഏറ്റവും മോശം പ്ലേസ്മെന്റ് എടുത്ത് സാറ്റേൺ ആണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല. അത് വ്യാഴം പോകുന്ന സ്വാഭാവികതയോടുകൂടി ശനിക്ക് പോകാൻ പറ്റില്ല. ശനി ഒരുപാട്, ഒന്നാമത് ശനി വേൾഡ്, അതായത് ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരുപാട് പെടുത്താൻ ശ്രമിക്കും. മനസ്സിലായോ? ആ ശനിയുടെ സ്വഭാവം, വ്യാഴത്തിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ വളരെ ധാർമ്മികനാണല്ലോ. അതുകൊണ്ട് ഇയാളെ എങ്ങനെയും പെട്ടെന്ന് അങ്ങോട്ട് കരകയറ്റി വിടും. ശനി അത്ര പെട്ടെന്ന് കരകയറ്റി വിടില്ല. ശനിക്ക് കുറച്ച് വേൾഡ്ലി ആയിട്ടുള്ള ബന്ധങ്ങളിൽ പെടുത്താൻ ശനിക്ക് താല്പര്യമുണ്ട്. കർമ്മത്തിന്റെ കുടുക്കിൽ പെടുത്താനുള്ള ചില ശ്രമങ്ങൾ എടുത്തു. അപ്പൊ ചിലയിടത്ത് നമുക്ക് തടസ്സം ഉണ്ടാകും. ആ അത് തന്നെ, ശനി കുറച്ച് ഡിലേ ഉണ്ടാക്കും. പക്ഷെ ഡിലേ ഉണ്ടാക്കില്ല, ഡിലേ ഉണ്ടാക്കും, കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴമാണെങ്കിൽ അവൻ സ്വാഭാവികമായിട്ട് അവൻ മോക്ഷത്തിലോട്ട് പോകും. ശനിയാണെങ്കിൽ പണിയെടുക്കണം, നല്ല പണിയെടുക്കണം. അതാണ് വ്യത്യാസം. ഇനി 4-ാം ഭാവാധിപൻ 12-ൽ പോയി കഴിഞ്ഞാൽ അമ്മയുടെ വിയോഗമൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അയാളുടെ ചാർട്ടിൽ 3 എക്സോൾട്ടഡ് ആണെങ്കിലോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ ഒറ്റ പ്ലേസ്മെന്റ് കൊണ്ട് പറയരുതെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. 3 എക്സോൾട്ടഡ് ആണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, 4-ാം ഭാവാധിപൻ സ്ട്രോങ് ആണെങ്കിലോ, മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, അതായത് ഇപ്പം മനസ്സിലായില്ലേ, ഒരാളിപ്പം വൃശ്ചികൻ രാശിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അയാളുടെ 4-ാം ഭാവത്തിന് സാറ്റേൺ ആണ്. സാറ്റേൺ തുലാത്തിലാണ്. സാറ്റേൺ എക്സോൾട്ടഡ് ആയി. 4-ാം ഭാവത്തിന് 12-ലാണ്, എക്സോൾട്ടഡ് ആണ്. അയാളുടെ മൂൺ നിൽക്കുന്നത് ടോറസിലാന്ന് വിചാരിക്കുക, അതായത് ഇടവത്തിലാണ് നിൽക്കുക. അപ്പം അവിടെ മൂൺ ഇഷ്ടത്തിലായി അല്ലേ? ലഗ്നത്തിൽ വ്യാഴം ഉണ്ടെന്ന് നോക്കുക, വിചാരിക്കുക. അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ സാറ്റേൺ 12 നിൽക്കുകയാണെങ്കിൽ, എനിക്ക് സാറ് തന്നെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സാറ്റേൺ 12 നിന്നാലും ഫസ്റ്റ് ഹൗസിൽ വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ല. അപ്പം അതൊരു പോസിറ്റീവായിട്ട് മാറും. അല്ല, പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അത് കാര്യമായിട്ട് ബാധിക്കില്ല. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ കാര്യം. ഇനി നമ്മൾക്ക് മാനസിക സുഖം ഉണ്ടാക്കുന്ന 4-ാം ഭാവം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് എങ്ങനെയാണോ 4-ാം ഭാവം മറ്റ് ഭാവങ്ങളിൽ പോയി നിൽക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് ഭാവാധിപന്മാർ 4-ലും വന്ന് നിൽക്കാം. സെയിം എഫക്റ്റാണ്. ഇപ്പം 1-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുന്നതാണെങ്കിൽ
ഞാൻ എന്നെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത്. ഓക്കെ, എൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ. രണ്ടാം ഭാവാധിപൻ 4 നിന്നാലോ, ധനവും എൻ്റെ ഫാമിലിയുമാണ് എനിക്ക് സന്തോഷം തന്നെ, സുഖവും സന്തോഷവും. മൂന്നാം ഭാവാധിപൻ നിന്നാലോ, എൻ്റെ താഴെയുള്ള സഹോദരങ്ങളും എൻ്റെ യാത്രകളും, മനസ്സിലായി, എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് എനിക്ക് സുഖം തരുന്നത്. നാലാം ഭാവാധിപൻ 4 നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട് തന്നെയാണ് എനിക്ക് സുഖം തരുന്നത്, എൻ്റെ കംഫർട്ട് സോണാണ് എനിക്ക് സുഖം തരുന്നത്. അഞ്ചാം ഭാവാധിപൻ 4 നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളും എൻ്റെ ഇൻ്റലിജൻസുമാണ് എനിക്ക് സുഖം തരുന്നത്. ആറാം ഭാവാധിപൻ 4 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചു കൊടുക്കുന്നു, അതാണ് എനിക്ക് സുഖം തരുന്നത്. ഏഴാം ഭാവാധിപൻ 4 നിന്നാലോ, എൻ്റെ സ്പൗസാണ്, എൻ്റെ വിവാഹബന്ധമാണ് എനിക്ക് സുഖം തരുന്നത്. എട്ടാം ഭാവാധിപൻ 4 നിന്നാലോ, എൻ്റെ ഒക്കൾട്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എൻ്റെ റിസർച്ച്, എൻ്റെ ആധ്യാത്മികത അല്ലെങ്കിൽ ആസ്ട്രോളജി പോലെയുള്ള കാര്യങ്ങൾ, നിഗൂഢതായിട്ടുള്ള കാര്യങ്ങൾ, സീക്രട്ട് ആയിട്ടുള്ള പഠനങ്ങളൊക്കെയാണ് എനിക്ക് സുഖം തരുന്നത്. ഒമ്പതാം ഭാവാധിപൻ 4 നിന്നാലോ, എൻ്റെ പിതാവാണ് എനിക്ക് സുഖം തരുന്നത്, എൻ്റെ ഭാഗ്യമാണ് എനിക്ക് സുഖം തരുന്നത്, എൻ്റെ ധർമ്മമാണ്, മനസ്സിലായില്ലേ, എൻ്റെ ആചാരാനുഷ്ഠാനങ്ങളാണ് എനിക്ക് സുഖം തരുന്നത്. പത്താം ഭാവാധിപൻ 4 നിന്നാലോ, എൻ്റെ ജോലിയാണ്, എൻ്റെ കരിയറാണ് എനിക്ക് സുഖം തരുന്നത്. 11ാം ഭാവാധിപൻ 4 നിന്നാലോ, എൻ്റെ സോഷ്യൽ സർക്കിളാണ് എനിക്ക് സുഖം തരുന്നത്. 11ാം ഭാവാധിപൻ 4 നിന്ന്. പിന്നെ 12ാം ഭാവാധിപൻ 4 നിന്നാലോ, എൻ്റെ ആധ്യാത്മികത, എൻ്റെ സ്പിരിച്വാലിറ്റിയാണ്, എൻ്റെ ഐസൊലേഷനാണ് എനിക്ക് സുഖം തരുന്നത്. ഇത് എനിക്ക് സുഖം തരിക മാത്രമല്ല, ഇവർ 4 നിന്ന് കഴിയുമ്പോൾ എങ്ങോട്ട് നോക്കും? 10 നോക്കും. 4ന്റെ 7th ആസ്പെക്ട് 10ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സുഖവും കിട്ടും, എൻ്റെ കരിയറിന് വൃദ്ധി ഉണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ 4ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു, ആര് നോക്കുന്നു, ആരുടെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലുള്ളത്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസമാധാനം ഉണ്ടാകും, കരിയറിന് പുരോഗതി ഉണ്ടാവും. ഓക്കെ അല്ലേ? നിർത്താലോ സാർ? ബുക്കെല്ലാം ഒന്ന് വായിക്കാം. ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രയോജനം ഉണ്ടാവും.